വെൽക്കം ബാക്ക് ടു വരാന്ത റൈസ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയർ സെഷൻ്റെ വേറെ സെഷനിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെയും പോലെ തന്നെ മെയിനായിട്ട് ബാങ്കിങ്ങിനെ ഫോക്കസ് ചെയ്തുള്ള സെഷനായിരിക്കും ഇന്ന് പോകുന്നത്. വെൽക്കം ബാക്ക് ടു സെഷൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വരുന്നതിൻ്റെ നാഷണൽ അഫയേഴ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എന്താണ്? ഇന്ത്യസ് ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി ടാർഗറ്റ്. അതായത് ഇന്ത്യയുടെ കറന്റ് ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി എന്താണ്? നമ്മുടെ പവർ ജനറേഷൻ, അതായത് ഇലക്ട്രിസിറ്റി കൺസംഷന് വേണ്ടിയുള്ള പവറാണ് യൂസ് ചെയ്യുന്നത്. അല്ല നമ്മുടെ ആർമിയിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൻസിന്റെ പർപ്പസിന് യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ പവർ അല്ല, നമ്മുടെ എനർജിയുടെ ഇതിലാണ്. ഇപ്പം നമുക്കറിയാം, പ്രൈമറി ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കോൾ എനർജിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കോളും അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂൽസ് യൂസ് ചെയ്യുന്നത്, അതായത് പെട്രോളിയം, കോള് നമ്മൾ എന്താണ് മെയിനായിട്ട് മെയിൻ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോളിൽ കൂടെയാണ് അല്ലേ? കോളിനെ ബേൺ ചെയ്തിട്ട് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റീം, ഇതിനെന്താണ് തെർമൽ പവർ പ്ലാന്റ്സ് ഉണ്ട്. ഈ തെർമൽ പവർ പ്ലാന്റ്സിൽ എന്ത് ചെയ്യും? തെർമൽ പ്രോസസ്സിലൂടെ, അതായത് ഈ കോളിനെ ബേൺ ചെയ്തുണ്ടാക്കുന്ന ഈ ഹീറ്റ് കൊണ്ട് എന്താണ് വാട്ടറിനെ ബോയിൽ ചെയ്യും, വെള്ളം തിളപ്പിക്കും. ആ വെള്ളത്തിന്റെ പ്രഷറിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ കൺവെൻഷണൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന് ഉള്ള മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ ഓട്ടോമാറ്റിക് നമുക്കറിയാം, എൻവയോൺമെന്റൽ പ്രശ്നമാണ്, പൊല്യൂഷൻസ് ഉണ്ടാവും. അത് മാത്രമല്ല ബൈ പ്രോഡക്ട്സ്, കാർബൺ മോണോക്സൈഡും അതുപോലത്തെ ഇത് കാരണം ആസിഡ് റെയിനും ഇങ്ങനത്തെ പല പൊല്യൂഷനും ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വേൾഡിലുള്ള എല്ലാ കൺട്രീസും, അതായത് നമ്മൾ ഇന്ത്യയും ഉൾപ്പെടുന്ന എല്ലാ കൺട്രീസും കൂടുതലും ഗ്രീൻ എനർജിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഗ്രീൻ എനർജി സോഴ്സസിലോട്ട് മാറാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ അതർ സോഴ്സസ് ഓഫ് എനർജി ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ സോളാർ വരുന്നുണ്ട്, വിൻഡ് ഉണ്ട്, അല്ലാതെ ടൈഡൽ പവർ ഉണ്ട്. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉണ്ട്. അപ്പോൾ അതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതലും കുറച്ചും കൂടെ കുറച്ച് എഫിഷ്യൻറ്റ് എനർജി സോഴ്സാണ് ന്യൂക്ലിയർ പവർ സോഴ്സസ് വരുന്നത്. ന്യൂക്ലിയർ സോഴ്സസിനുള്ള ബെനിഫിറ്റ് എന്താണ്? ന്യൂക്ലിയറിന് ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, അതായത് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അതിൽ നിന്ന് റിസോഴ്സസ്, അതായത് മാക്സിമം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് കുറച്ച് സ്റ്റോറേജ് ഫെസിലിറ്റീസ് കൂടുതൽ വേണം, റേഡിയേഷൻ്റെ ചാൻസസ് ഉണ്ട്. ഇങ്ങനെ കുറേ ഡീമെറിറ്റ്സ് ഉണ്ടെങ്കിലും ബെറ്റർ വേ, അതായത് ഏറ്റവും ഫോസിൽ ഫ്യൂൽസ് അല്ലാതെ ക്ലീൻ എനർജിയിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്? ന്യൂക്ലിയർ എനർജിയാണ്. മെയിനായിട്ട് നമ്മൾ കൂടുതൽ ഗ്രീൻ എനർജിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇതുകൊണ്ടുള്ള മെയിൻ ബെനിഫിറ്റ് എന്താണ്? ന്യൂക്ലിയർ എനർജി ആദ്യമേ പറഞ്ഞു, പ്രോഡക്റ്റ് കുറച്ച് ഒരു സ്മോൾ ക്വാണ്ടിറ്റി തന്നെ ഒരു മെജോറിറ്റി അതിൻ്റെ ഡബിളോ ട്രിപ്പിളോ എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതിലാണ്? ന്യൂക്ലിയർ എനർജിയിലാണ് വരുന്നത്. അപ്പം അതുപോലെ ഇത് കൊണ്ട് മെയിൻ ബെനിഫിറ്റ് എന്താണ്? നമുക്ക് കോള് നമുക്കിവിടെ ഉള്ളതിനേയും കാര്യം കോള് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം കുറവാണ്. അപ്പോൾ നമുക്ക് വേറൊരു കൺട്രി ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടിങ് ചാർജസ് കുറയ്ക്കാം. അതുപോലെ ബെനിഫിറ്റ് നമുക്ക് സെൽഫ് റിലയൻ്റ് ആവാം. അതായത് നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല പൊല്യൂഷൻ, ഈ കാര്യങ്ങളിലും ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂക്ലിയർ പവറിലോട്ട് നമ്മൾ കൂടുതൽ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പം കറൻ്റ്ലി ഉള്ള ന്യൂക്ലിയർ കപ്പാസിറ്റി എത്രയാണ്? 8780 മെഗാവാട്ടാണ് ഇന്ത്യയുടെ കറൻ്റ്ലി എത്രയാണ് നമ്മുടെ ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി. അതെന്താണ്? അതിന് 2032 21,880 മെഗാവാട്ട്, അതായത് 21,880 മെഗാവാട്ടിലോട്ട് എത്തിക്കുക എന്നൊരു പ്ലാൻ സെൻട്രൽ ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? 2026 അടുത്ത ഫിനാൻഷ്യൽ ഇയർ 2026-27 9,480 ഫിനാൻഷ്യൽ ഇയർ 30 13,480 മെഗാവാട്ടിലോട്ട് എത്തിക്കുക എന്നാണ് ടാർഗറ്റ് ഉദ്ദേശിക്കുന്നത്. അതായത് 2032 21,000 ഓൾമോസ്റ്റ് × 8,000 × 3 എത്തിക്കുക, 3 ഇരട്ടിയിലോട്ട് എത്തിക്കുക എന്നാണ് ടാർഗറ്റ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ലോങ് ടേം ഗോളാണ്. എന്തിന്റെ ലോങ് ടേം ഗോൾ എന്ന് വെച്ചാൽ ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ലോങ് ടേം ഗോളാണ്. എത്രയാണ്? 100 GW ഓഫ് ന്യൂക്ലിയർ കപ്പാസിറ്റി ബൈ 2047. 2047 സിഗ്നിഫിക്കൻറ്റ് എന്താണ്? 100 years ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് ഇത് വരുന്നത്. നമ്മുടെ 2047 100 years ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ് 2047. അതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റിന്റെ വികസിത് ഭാരത് 2047 അല്ലെങ്കിൽ ആത്മനിർഭാരത് ഭാരത് 47 നിർഭാരത് ഭാരത് ഇങ്ങനെയുള്ള സ്കീമിന്റെയൊക്കെ കപ്പാസിറ്റി 100 വർഷത്തിൽ ഇന്ത്യ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള 100ാമത്തെ ആനിവേഴ്സറി സെൽഫ് റിലയന്റ് ഇന്ത്യ ആയിരിക്കണം. അതായത് നമ്മൾ തന്നെ ഡിപ്പെൻഡ്, ഒന്നിനെയും പുറത്തുള്ള കൺട്രീസിന് ഡിപ്പെൻഡ്, മാക്സിമം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതെന്താണ്? 2047 നമ്മുടെ ന്യൂക്ലിയർ കപ്പാസിറ്റി 100 GW എത്തിക്കുക എന്നാണ് ഗവൺമെന്റിന്റെ ടാർഗറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്.
അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്ലാനിങ് 10 new 700 മെഗാവാട്ട് PHWRS എന്താണ് പ്രഷറൈസ്ഡ് ഹൈഡ്രജൻ വാട്ടർ, അതാണ് PHWRS അറ്റ് കർണാടക. എന്താണ് 10 ഫെസിലിറ്റീസ്, 10 എന്താണ് ഹൈ പ്രഷർ ഫെസിലിറ്റീസ് എവിടെ കൊണ്ടുവരാനാണ്? കർണാടക, മധ്യപ്രദേശ്, ഹരിയാന ആൻഡ് രാജസ്ഥാനിൽ കൊണ്ടുവരാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇത് വരുന്നത് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ ആണ് വരുന്നത്. പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ആണ്. ഇതൊരു ടൈപ്പ് ഓഫ് എന്താണ്, ഇതിന്റെ ഭാഗമായി ന്യൂക്ലിയർ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന വാട്ടർ ആണ് എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്ന റിയാക്ടർ ആണ് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ. ഫെസിലിറ്റി എവിടെയൊക്കെയാണ്? 10 പുതിയ ഫെസിലിറ്റീസ് ആണ് വരുന്നത്. കർണാടക, മധ്യപ്രദേശും ഹരിയാന പിന്നെ രാജസ്ഥാനിലുമായിട്ടാണ് ഈ 3 ഫെസിലിറ്റീസ് 10 ഫെസിലിറ്റീസ് വരുന്നത്. അതുമാത്രമല്ല ബാർക്കാണ് എന്താണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ബാർക്ക് വരുന്നത്. ബാർക്കാണ് നമ്മുടെ ന്യൂക്ലിയർ എനർജി ന്യൂക്ലിയർ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ എന്താണ് നോഡൽ ഏജൻസി പോലെ, നമ്മുടെ സ്പേസ് ഏജൻസി എന്താണ് ISRO പോലെ ബാർക്കാണ് നമ്മൾ എന്തിന്റെ വരുന്ന നമ്മുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ആയിട്ട് വരുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും റിസർച്ചും ഇന്ത്യയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? ബാർക്കാണ്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ബാർക്ക് എന്ന് വരുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ് വരുന്നത്. ഡയറക്ടർ ആരാണ്? വിവേക് ബാഷനാണ് ഇതിന്റെ ഡയറക്ടറായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ സ്മോൾ റിയാക്ടേഴ്സ് എവിടെയാണ് വരുന്നത്? ഇൻഡസ്ട്രിയൽ ക്യാപ്റ്റീവ് ഇൻഡസ്ട്രി, സ്മോൾ ഇൻഡസ്ട്രീസും, അതായത് ഓരോ ഫാക്ടറീസിലും അവരുടെ പവർ ജനറേഷന് ന്യൂക്ലിയർ ഫെസിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി സ്മോൾ റിയാക്ടേഴ്സും SM റിയാക്ടേഴ്സും അതിലോട്ട് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഈ ന്യൂസിൽ പറയാനുള്ള. എന്താണ് ഇന്ത്യയുടെ കറന്റ് ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി എന്താ ഓൾമോസ്റ്റ് ട്രിപ്പിൾ ആക്കാൻ വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ പ്ലാനാണ്. ഇപ്പോൾ 32 ഫിനാൻഷ്യൽ ഇയർ 32-33 നമ്മുടെ കറന്റ് ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി ട്രിപ്പിൾ ആക്കാനുള്ള ഒരു ഗോളാണ്. ഇപ്പോൾ കറന്റ്ലി 8780 മെഗാവാട്ടിൽ നിൽക്കുന്ന കറന്റ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഏതിലോട്ട് മാറ്റുക? 21,880 മെഗാവാട്ടിലോട്ട് എത്തിക്കുക എന്നാണ് ടാർഗറ്റ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ്? 10 പുതിയ ഫെസിലിറ്റീസ് എന്താണ്? പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ഫെസിലിറ്റീസ് എവിടെയൊക്കെയാണ്? 4 സ്റ്റേറ്റ്സിൽ വരുന്നുണ്ട്. കർണാടക, മധ്യപ്രദേശ്, ഹരിയാന, രാജസ്ഥാനിൽ വരുന്നുണ്ട്. പിന്നെ ലോങ് ടേം ഗോൾ ആയിട്ട് എന്താണ്? 100 years ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് 2047 നമ്മുടെ ക്ലീൻ എനർജി ന്യൂക്ലിയർ എനർജി എന്താണ്? 100 ജിഗാവാട്ട് ഫെസിലിറ്റിയിലോട്ട് എത്തിക്കുക എന്നാണ് ഗവൺമെന്റിന്റെ ടാർഗറ്റ് പറയുന്നത്. അപ്പം ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. ഇതിന്റെ നോഡൽ ഏജൻസി ഏതാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ ബാർക്ക് എന്നുള്ള ഏജൻസിയാണ്. ബാർക്കാണ് ന്യൂക്ലിയർ ഫെസിലിറ്റീസിന്റെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഏജൻസിയാണ് ബാർക്ക് വരുന്നത്. ബാർക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് വരുന്നത്. ഡയറക്ടർ വിവേക് ബാസിനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റത്തെ ന്യൂസ് വരുന്നത്, നാഷണൽ അഫയേഴ്സിലെ ഫസ്റ്റ് ന്യൂസ് വരുന്നത്. ഓക്കെ, അടുത്ത വരുന്നത് എന്താണ്? ജപ്പാൻസ് ജെറ ആൻഡ് ടൊറന്റ് പവർ ലോങ് ടേം LNG ഡീല്. എന്തൊക്കെയാണ്? ജപ്പാൻ ഏജൻസിയായ ജെറ എന്നൊരിതും ഇന്ത്യൻ കമ്പനിയായ ടൊറന്റും കൂടെ എന്താണ്? ടൊറന്റ് പവർ എന്നൊരു കമ്പനിയും ഒരു ഒരു ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? LNG അറിയാം, നാച്ചുറൽ ഗ്യാസ് ആണ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ് LNG ആയിട്ട് വരുന്നത്. LNG എന്ന് വെച്ചാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. CNG പറയും നമ്മളിപ്പോൾ. CNG നമ്മളിപ്പം വെഹിക്കിൾസ് ഒക്കെ നമുക്ക് എന്താണ് റോഡിൽ കോമൺ ആണ്, ഓട്ടോസ് കോമൺ ആണ്. CNG എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അതുപോലെ LNG എന്താണ്? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസിന്റെ തന്നെ വേറൊരു ഫോമിൽ ലിക്വിഫൈഡ് ആയിട്ട് വെക്കുന്നതിനാണ് എന്താണ് LNG എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ സപ്ലൈക്ക് വേണ്ടി, അതായത് ഇന്ത്യൻ വേണ്ടി അൺലിമിറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് സപ്ലൈക്ക് വേണ്ടി ആരുമായിട്ട്? ജപ്പാന്റെ ജെറ എന്നുള്ള ഏജൻസിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള മെയിൻ ബെനിഫിറ്റ് എന്താണ്? നമ്മൾ ഇന്ത്യയിലേക്കുള്ള എന്താണ് LNGയുടെ കണ്ടിന്യൂസ്, നമ്മൾ ഇന്ത്യയിൽ പല റിയാക്ടേഴ്സും വർക്ക് ചെയ്യുന്ന ഏതാണ്? LNG അല്ലെങ്കിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് ആവശ്യമായുള്ള ഫ്യൂവൽ എന്താണ്? ഇപ്പം ഈ ഓരോ പവർ പ്ലാന്റ്, ഇപ്പോൾ തെർമൽ പവർ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ കോളാണ് മെയിനായിട്ട് വരുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റ് എടുക്കുമ്പോൾ ന്യൂക്ലിയർ മെറ്റീരിയൽ, യുറാനിയം 235 ഇങ്ങനത്തെ മെറ്റീരിയലാണ് വേണ്ടത്. അതുപോലെ LNG പവർ പ്ലാന്റ്സുകൾക്കും അങ്ങനത്തെ ഫെസിലിറ്റീസിന്, LNG യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഫെസിലിറ്റീസിനും കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ വേണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതുകൊണ്ടുള്ള മെയിൻ ബെനിഫിറ്റ്. ഇത് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ പവർ ഫീൽഡുമായിട്ട്, പവർ എനർജി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെയാണ് ഇത് ഏജൻസി വരുന്നത്? ജപ്പാന്റെ ജെറയും ഇന്ത്യയുടെ ടൊറന്റ് പവറുമാണ് ഇതിൽ വരുന്നത്.
ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതെന്താണ്, ജെറയുടെ ഫസ്റ്റ്, ജപ്പാൻ ബേസ്ഡ് ജെറയുടെ ഫസ്റ്റ് ലോങ് ടേം LNG എക്സ്പോർട്ട് ഡീലാണ്. എത്ര വർഷത്തേക്ക്? 10 വർഷത്തേക്കാണ് ഇത് എഴുതിയിരിക്കുന്നത്. 10 വർഷം എന്താണ് ഇവരുടെ ജെറ ആയിരിക്കും ടൊറന്റ് പവറിന് വേണ്ടിയുള്ള മെയിൻ സപ്ലയർ ആയിരിക്കുന്നത്. ഓക്കെ, അത് ജെറയുടെ ഫസ്റ്റ് ലോങ് ടേം LNG എക്സ്പോർട്ട് ഡീലും കൂടെയാണ്. ഇത്രയും ലോങ് ടേം 10 ഇയേഴ്സിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പോർട്ട് ഡീലും കൂടെയാണ് ഇതിൽ വരുന്നത്. പിന്നെ LNG എന്താണ് യൂസ് ചെയ്യുന്നത്? LNG ടു ബി യൂസ്ഡ് ഇൻ 2730 മെഗാവാട്ട് ഗ്യാസ് ബേസ്ഡ് പവർ പ്ലാന്റ്സ് ഓഫ് ടൊറന്റ് ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള എന്താണ് ഗ്യാസ് പവേർഡ് പവർ പ്ലാന്റ്സിലേക്കായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കപ്പാസിറ്റി എന്ന ടൊറന്റിൻ്റെ 2730 മെഗാവാട്ട് കപ്പാസിറ്റിയാണ് കറന്റ് ടൊറന്റിന് ഇന്ത്യയിലുള്ള എന്ത് ഫെസിലിറ്റി, ഗ്യാസ് പവേർഡ് പവർ പ്ലാന്റ്സിൻ്റെ ഫെസിലിറ്റി വരുന്നത്. അവിടത്തേക്കുള്ള ഫ്യൂവൽ സപ്ലൈ ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടൊറന്റ് എന്തിനാണ് ഈ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് അവർ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഉണ്ടാവും. അതുമാത്രമല്ല ഇവരെന്താണ് കൺവേർഷൻ ചെയ്ത് CNG ആയിട്ടും ഹൗസ് ഹോൾഡിലുള്ള ഇൻഡസ്ട്രിയിലുള്ള പർപ്പസ് ആയിട്ടും എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് ഡിപ്പെൻസ് ഓൺ ദ കമ്പനിയുടെ, ഓരോ കമ്പനിയുടെ മോട്ടോ ആയിരിക്കും വരുന്നത്. നമ്മളെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ഏജൻസിയാണ്? ജപ്പാൻ ജെറ, ടൊറന്റ് പവറുമായിട്ട്. ജെറ ഏത് കൺട്രിയുടെ റെപ്രസെൻ്റ് ആണ്? ജപ്പാൻ റെപ്രസെൻ്റ് ചെയ്താണ് വരുന്നത്. ഇതിൻ്റെ മെയിൻ എന്താണ്? എൻഷുർ സ്റ്റഡി ഫ്യൂൽ സപ്ലൈ ഫോർ ഇന്ത്യസ് റൈസിംഗ് പവർ ഡിമാൻഡ്. ഇന്ത്യയുടെ അറിയാം നമുക്ക് ഇന്ത്യയിലെ എന്താണ് ഓരോ ഇത് പോപ്പുലേഷന് അളവിന് എന്താണ് നമുക്ക് പവർ കൺസപ്ഷനും കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സപ്ലൈ മീറ്റ് ചെയ്യാൻ കൂടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ജപ്പാൻ്റെ ജെറയും ടൊറന്റ് പവറുമാണ് വരുന്നത്. ഓക്കെ, എന്താണ് ഡീല്? LNG ആണ് ഡീൽ ചെയ്തത്. LNGയുടെ ഡീലാണ് ഇവരിപ്പോൾ കറൻ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് വീണ്ടും ഒരു MOU ആണ്. ആരൊക്കെയാണ്? സെൻ ടെക്നോളജീസും ഇന്ത്യസ് ഫസ്റ്റ് കോമ്പാറ്റ് ട്രെയിനിങ്. ഓക്കെ, MOU അല്ല, സെൻ ടെക്നോളജീസ് എന്നൊരു ഏജൻസി എന്താണ് ഇന്ത്യയുടെ ഒരു ഫസ്റ്റ് കോമ്പാറ്റ് ട്രെയിനിങ് നോഡ് ഇവരെന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആരാണിത്? ഏതിന് അണ്ടറിലായിരിക്കും? മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പം കറൻ്റ്ലി മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിലുള്ള കോമ്പാറ്റ് ട്രെയിനിങ് നോഡ് എന്താണ്? ഇവർ നമ്മുടെ ആർമി ഓഫീഷ്യൽസിനായാലും ആർമി ട്രെയിനീസിനായാലും അതുപോലെ നമ്മളെ എല്ലാ ആർമി മെയിനായിട്ട് ഇതിപ്പോൾ ആർമിയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് എന്ത് കൊടുത്തിരിക്കുന്നത്? കോമ്പാറ്റ് ട്രെയിനിങ് നോഡ്. കോമ്പാറ്റ് എന്താണ്? ഒരു എന്ത് പറയാൻ നമ്മുടെ ഒരു ട്രെയിനിങ് ആർമി പേഴ്സണൽസിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വിർച്വലായിട്ട് കൊടുക്കുന്ന ലൈവ് വിർച്വൽ കൺസ്ട്രക്റ്റീവ്, അതായത് ലൈവായിട്ടും ഇത് ട്രെയിനിങ് സ്കൂൾ പോലെ കൺസിഡർ എന്താണ് നമുക്ക് ട്രെയിനിങ് സ്കൂൾ പോലെ നമ്മൾ ഒരു PUBG കളിക്കുന്നില്ല, എന്താണ് ഒരു എക്സ്പീരിയൻസ് പോലെ ഇത് നമുക്ക് ലൈവ് എക്സ്പീരിയൻസ് ആയിട്ട് ഇവരെ ട്രെയിൻ ചെയ്യുകയാണ്. ഒരു കോമ്പാക്ട് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ബാറ്റിൽ ഫീൽഡിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇവർക്ക് റിയൽ ടൈം എക്സ്പീരിയൻസ് പോലെ ഫെസിലിറ്റീസ്, അതിൽ AI ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പല ഫെസിലിറ്റീസും യൂസ് ചെയ്ത് ഇവർക്ക് എന്താണ് എല്ലാത്തിലും ഡെമോ കൊടുക്കുന്ന ട്രെയിനിങ്ങിൻ്റെ കൊടുക്കാൻ ഒരു ഫെസിലിറ്റിയാണ് ആര് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? സെൻ ടെക്നോളജീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എവിടെയാണ്? ഇൻഫൻട്രി സ്കൂൾ മൊഹ, എവിടെ? മധ്യപ്രദേശിലെ മൊഹാവിലാണ് ഇത് വരുന്നത്. അപ്പം ഇന്ത്യസ് ഫസ്റ്റ് കോമ്പാക്ട് ട്രെയിനിങ് നോഡ്. ഇതിൽ എന്തൊക്കെ വരും? 60+ സിമുലേറ്റേഴ്സ് ഉണ്ട്. സിമുലേറ്റേഴ്സ് എന്താണ്? നമുക്ക് ലൈവായിട്ട് ഇപ്പം ഡ്രൈവിംഗ് സിമുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് തന്നെ വണ്ടി ഓടിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ യൂട്യൂബിലൊക്കെ ഗെയിമേഴ്സിനെ കാണുമ്പോൾ കാണുന്നത് അതുപോലെ സിമുലേറ്റേഴ്സ് ഉണ്ട്. 60+ സിമുലേഷൻസ് ഉണ്ട്. എന്താണ്? CICT ഓപ്സ്. മാർക്ക്മാൻഷിപ്പ് എന്താണ്? മാർക്ക്മാൻഷിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റ് ഗൺ ഫയറിങ്, അതൊക്കെയാണ് മാർക്ക്മാൻഷിപ്പ് വരുന്നത്. അർബൻ കോമ്പാക്ട് 1-to-1 ഫൈറ്റ് അല്ല അങ്ങനത്തെ വരുന്ന കോമ്പാറ്റ്സ്. കൗണ്ടർ ഡ്രോൺ ട്രെയിനിങ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ട്രെയിനിങ് എന്താണ്? നമ്മൾ ഇന്ത്യ പാക് യുദ്ധ സമയത്തൊക്കെ കണ്ട എന്താണ്? കൗണ്ടർ ഡ്രോൺ ഫെസിലിറ്റി, ഡ്രോൺ യൂസ് ചെയ്തായിരിക്കും എന്താണ് ഫയറിങ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതിന് എന്താണ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻസ്. അത് ബേസിക്കലി ഒരു ബാറ്റിൽ ഫീൽഡിൽ ഉള്ള എന്താണ് സിറ്റുവേഷൻസിന് ഇവരെന്ത് ചെയ്തു? നമ്മളൊരു സിമുലേഷൻസ് ചെയ്ത് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ആർമിയുടെ പേഴ്സണൽസിന് ട്രെയിനിങ് കൊടുക്കുന്ന ഫെസിലിറ്റിയാണ് എന്ത് വരുന്നത്? ആരാണ് കൊണ്ടുവന്നത്? സെൻ ടെക്നോളജീസ്. ആരുമായിട്ടാണ് MOU വന്നത്? സെൻ ടെക്നോളജീസും MOD മിനിസ്ട്രി ഓഫ് ഡിഫൻസും ആണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആരാണ് മിനിസ്റ്റർ വരുന്നത്? രാജ്നാഥ് സിംഗ് ആണ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് വരുന്നത്. പിന്നെ എന്താണിത്? ലൈവ്, വിർച്വൽ ആൻഡ് കൺസ്ട്രക്റ്റീവ് സിമുലേഷൻ എക്കോസിസ്റ്റം. 3 ഉണ്ട്. ലൈവായിട്ട് ഉണ്ട്. പിന്നെ എന്താണ്? നേരത്തെ ഉണ്ടാക്കി വെച്ചതിൻ്റെ സിമുലേഷൻസിൽ വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ എന്താണ്? AI ടെക്നോളജീസ്. ഇങ്ങനത്തെ ടെക്നോളജീസ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് വരുന്നത്. പിന്നെ മെയിനായിട്ട് കാര്യം അൺആംഡ് ഏരിയൽ വെഹിക്കിൾ. അൺമാൻഡ് ആണ്. എന്താണ്? ഏരിയൽ ഡ്രോൺസിനെയാണ് UAVs എന്ന് പറയുന്നത്. എന്താണ്?
മാൻഡ് ഫെസിലിറ്റീസ് ആണ്. നമ്മൾ ഹെലികോപ്റ്റേഴ്സിലൊക്കെ എന്താണ് മാനുവലി ഒരാളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് അൺമാൻഡ് വരുന്നത് എന്താണ് ഡ്രോൺ ആണ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന അതുപോലത്തെ ഫെസിലിറ്റീസ് ആണ്. അതിൻ്റെ ഓപ്പറേഷൻസ് അത് കൺട്രോൾ ചെയ്യാനും അതിൻ്റെ എന്താണ് കൗണ്ടർ ഫെസിലിറ്റീസും ഉണ്ട്. എന്താണ് കൗണ്ടർ ഡ്രോൺ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിന് അറ്റാക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട്, അത് മാത്രമല്ല മറ്റേ നമ്മുടെ ഡ്രോൺ ഫെസിലിറ്റീസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളതും ഈ ട്രെയിനിങ് ഫെസിലിറ്റിയിൽ വരും. അപ്പോൾ എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇന്ത്യസ് ഫസ്റ്റ് കോമ്പാറ്റ് ട്രെയിനിങ് നോഡാണ് ഇത് വരുന്നത്. അപ്പോൾ ഏജൻസി ഏതാണ്? സെൻ ടെക്നോളജീസ് ആണ് വരുന്നത്. എന്താണ് കൊണ്ടുവന്നത്? സെൻ ടെക്നോളജീസ് മിനിസ്ട്രി ഓഫ് ഡിഫൻസും ആണ് വരുന്നത്. എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? ഫസ്റ്റ് ഇന്ത്യസ് ഫസ്റ്റ് കോമ്പാറ്റ് ട്രെയിനിങ് നോഡ്, അതായത് ആർമി പേഴ്സണൽസിന് ട്രെയിനിങ് ഉള്ള ഒരു സിമുലേറ്ററി ഫെസിലിറ്റിയാണ് കൊണ്ടുവരുന്നത്. എവിടെ? ഇൻഫൻട്രി സ്കൂൾ മൊഹാലിലാണ് വരുന്നത്. അപ്പം ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത വരുന്നത് എന്താണ്? ഇന്ത്യയും ഇസ്രായേലും ഒരു ജോയിന്റ് വെഞ്ചർ കൊണ്ടുവന്ന് എന്താണ്? സെമിഫോ ലിമിറ്റഡ്. ഇന്ത്യയും 50-50 എന്താണ് 1:1 റേഷ്യോയിലാണ്, ഈക്വൽ പാർട്ണർഷിപ്പിലാണ് ഇത് കൊണ്ടുവന്നത്. എന്താണ്? സെമിഫോ എന്നുള്ളൊരു ജോയിന്റ് വെഞ്ചർ കൊണ്ടുവന്നു. എന്താണ്? കൊമേഴ്ഷ്യലൈസ് ഇന്ത്യൻ ഫിറോമോൺ ബേസ്ഡ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ ടെക്നോളജീസ്. ഫെറോമോൺ എന്താണ്? ഒരു പെസ്റ്റിസൈഡാണ്. പെസ്റ്റിസൈഡ് എന്താണ്? നമ്മുടെ ഈ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ ഇങ്ങനത്തെ ഫെസിലിറ്റീസിലൊക്കെ ഉണ്ടാകുന്ന എന്താണ്? ഇൻസെക്ട്സും ബാക്ടീരിയ ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ പെസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ വരും? നമ്മളെ കോക്രോച്ചസും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതൊക്കെയാണ് പെസ്റ്റ് എന്ന് വരുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ പെസ്റ്റ് കൺട്രോൾ വരുന്നത്. അപ്പം ഇതിൻ്റെ ഇന്ത്യൻ ഫിറോമോൺ എന്നുള്ളൊരു കെമിക്കൽ യൂസ് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതുപോലെ ഇതിൻ്റെ എന്താണ് ഒരു എക്സ്പോർട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി ഇന്ത്യയും ഇസ്രായേലും, ഏതൊക്കെ കൺട്രിയാണ്? ഇന്ത്യയും ഇസ്രായേലും കൂടെ ഒരു ജോയിന്റ് വെഞ്ചർ കൊണ്ടുവരുന്നുണ്ട്. ഇതിന് ഇന്ത്യയുടെ ഏതൊക്കെ കമ്പനീസാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ATGC ബയോടെക്കും ലക്സംബർഗ് ഇൻഡസ്ട്രീസും, ഇസ്രായേലിന്റെ ലക്സംബർഗ് ഇൻഡസ്ട്രീസും നമ്മുടെ ഇന്ത്യയുടെ ATGC ബയോടെക് ഇന്ത്യയുമാണ് എന്ത് വരുന്നത്? ഇത് കൊണ്ടുവന്നത്. ഏതൊക്കെ? ATGC ബയോടെക്കും ലക്സംബർഗ് ഇൻഡസ്ട്രീസുമാണ്. ഇസ്രായേലിലെ ലക്സംബർഗ് ഇൻഡസ്ട്രീസും ATGC ബയോടെക് ഇന്ത്യയുടെ കമ്പനി, ഇത് ഇവർ രണ്ടാണ് എന്ത് വരുന്നത്? ഈ ജോയിന്റ് പാർട്ണർഷിപ്പിൽ വരുന്ന കമ്പനീസ്. ഏതൊക്കെ? എത്ര പാർട്ണർ? 50-50 ഈക്വൽ ഷെയറിലാണ് വരുന്നത്. എന്താണ് ഇതുകൊണ്ടുള്ള എന്താണ് നമ്മളെ ഇത് കെമിക്കൽ അല്ലെങ്കിൽ പെസ്റ്റ് കൺട്രോളിന്റെ ഫെസിലിറ്റീസ് ആദ്യമായിട്ടാണ് എന്താ ഇതിന്റെ സിഗ്നിഫിക്കൻസ്? ഫസ്റ്റ് ടൈം ഇന്ത്യ സെമിയോ കെമിക്കൽ ടെക് ഈസ് കൊമേഴ്ഷ്യലൈസ് അബ്രോഡ്. ഇങ്ങനെ അബ്രോഡ് ഇന്ത്യയിൽ നിന്ന് ഈ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ പെസ്റ്റ് കൺട്രോൾ ഫെസിലിറ്റീസ് ഒന്നും അങ്ങനെ കൂടുതൽ പുറത്തു പോയിട്ടില്ല. ആദ്യമായിട്ടാണ് എന്താ ഇതൊരു കൊമേഴ്ഷ്യലൈസ് ചെയ്ത് ഒരു അബ്രോഡ് മാർക്കറ്റിലോട്ടും പോകുന്നത്. അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻ്റ് വരുന്നത്. ഇതിന്റെ മാർക്ക് എന്താണ്? ഏതൊക്കെ കൺട്രീസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഇന്ത്യ, ഇസ്രായേൽ, US ആൻഡ് ബ്രസീൽ. കട്ടിൻസ് യൂസ് ബൈ 8. ഇതിൻ്റെ എന്താണ് ഫെസിലിറ്റീസ്? നേരത്തെ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ഈ പെസ്റ്റിസൈഡ്സിൻ്റെ ഇൻസെക്ടിസൈഡ്സ് എന്താണ്? ഇൻസെക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. ഇത് രണ്ടിന് എന്താണ്? ഇത് രണ്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് എന്താണ്? നമ്മുടെ നേച്ചറിന് അത്രയ്ക്ക് ബെനിഫിറ്റ് ചെയ്യുന്നതല്ല. ഇത് കുറേ കെമിക്കൽസ് യൂസ് ചെയ്യുന്ന കുറേ നമുക്കറിയാം, നമ്മൾ എൻഡോസൾഫാൻ എന്നൊക്കെ കേട്ടിട്ടുള്ള സംഭവമില്ല. ഇതൊക്കെ എന്താണ്? കുറേ ഹാംഫുൾ എഫക്ട്സ് ഇതിനുണ്ട്. ഇത് നമ്മളെ ഒരു ബൾക്ക് ഒരു എന്താണ് ഒരു അഗ്രികൾച്ചർ അല്ലെങ്കിൽ ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരു ബൾക്കായിട്ട് ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്? ഇത് നമ്മളെ സോയിലുമായിട്ട് കമ്പൈൻ ആവും, പിന്നെ ഇത് നേരെ വാട്ടർ ബോഡീസിലോട്ട് എത്തും, പിന്നെ ഇങ്ങനെ കുറേ ഇത് കണ്ടാമിനേറ്റ്, ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. എൻഡോസൾഫാൻ ഒരു ബെറ്റർ എക്സാമ്പിൾ ആണ്. അപ്പോൾ എന്താണ്? ഒരു പെസ്റ്റിസൈഡ് ആണ്. അപ്പം അതിന് ഇത് കട്ട് ചെയ്തിട്ട് എന്താണ് കുറച്ചും കൂടെ അതിലോട്ടുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. എന്താണ്? ഇൻസെക്ടിസൈഡ് സെമിയോ കെമിക്കൽ എന്നാണ് ഒരു ഹെൽത്തി, അതായത് നേച്ചറിന് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ഉള്ള ഒരു കെമിക്കലായിരിക്കും എന്താണ് സെമിയോ കെമിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ എന്താണ് കൊമേഴ്ഷ്യലൈസ് ചെയ്യുക എന്താണ് ഇത് കാരണം എന്താണ് യൂസ്ഫുൾ ആയിരിക്കും. ഇതുകൊണ്ട് ഇത് കുറയ്ക്കാൻ പറ്റും. സെമിയോ കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമുക്ക് കുറേ നേച്ചറിനുള്ള പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കാൻ പറ്റും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പനീസ് ഏതൊക്കെയാണ് പറഞ്ഞാൽ ATGC ബയോടെക്കും ലക്സംബർഗ് ഇൻഡസ്ട്രീസും ആണ് ഇതിൽ വരുന്നത്. ജോയിന്റ് പാർട്ണർഷിപ്പ് കൺട്രീസ് ഏതൊക്കെ? ഇന്ത്യ, ഇസ്രായേലാണ് പറഞ്ഞത്. ഇത് പറഞ്ഞ ജോയിന്റ് പാർട്ണർഷിപ്പിന്റെ നെയിം പറഞ്ഞ എന്താണ്? സെമിഫോർ ലിമിറ്റഡ് ആണ് ഇതിന്റെ ജോയിന്റ് പാർട്ണർഷിപ്പിന്റെ നെയിം വരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, കമ്പനി നെയിം ഓർത്ത് വയ്ക്കുക. ഇത് ATGC ബയോടെക്കും ലക്സംബർഗും ആണ് വരുന്നത്. സെമിയോ കെമിക്കൽ എന്ന് വെച്ചാൽ ഒരു ബേസ് കെമിക്കൽ. സെമി എന്ന് പറയുന്നതാണ് ഹാഫ് കെമിക്കലും ഹാഫ് ടെക്നോളജി വെച്ചാൽ ഇതെന്താണ്? ഇതിന്റെ ഹാംഫുൾ എഫക്ട്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സെമിയോ കെമിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? $100 million ആണ് വരുന്നത്. കമ്പനി എത്രയാണ്? എവിടെയായിരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ഫെസിലിറ്റി വരുന്നത്? ഇസ്രായേലിലായിരിക്കും ഇതിൻ്റെ മെയിൻ ഫെസിലിറ്റി വരുന്നത്.
ഇന്ത്യൻ ടെക് ആയിരിക്കും ഇവരെന്താണ് ഇവരുടെ ബേസ് ഇസ്രായേലിൽ സെറ്റപ്പ് ചെയ്തായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത് ഈ പ്രോഗ്രാം കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇസ്രായേൽ മാർക്കറ്റിൽ നിന്ന് ആയിരിക്കും ഇതിൻ്റെ എന്താണ് എക്സ്പോർട്ട് കൂടുതൽ എക്സ്പോർട്ട് എന്താണ് US ബ്രസീലിലോട്ടുള്ള എല്ലാം എക്സ്പോർട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇന്ത്യ ഇസ്രായേലിൻ്റെ ഒരു ജോയിൻറ്റ് വെഞ്ചർ കൊണ്ടുവന്നു. അതിൻ്റെ നെയിം എന്താണ് സെമിയോഫോർ ലിമിറ്റഡ് ആണ്. 50-50 പാർട്ണർഷിപ്പിലാണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് 10 million ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഓക്കെ ഓക്കെ അടുത്ത വരുന്നത് എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ടെലികമ്മ്യൂണിക്കേഷൻ ആണ് DOT എന്നിട്ടത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ എന്താണ് സിം ബൈൻഡിങ് ഫോർ മെസ്സേജിങ് ആപ്സ്. സിം ബൈൻഡിങ്, ആദ്യം സിം ബൈൻഡിങ് എന്താണെന്ന് പറയാം. സിം ബൈൻഡിങ് എന്താണ് നമ്മുടെ സിം ബൈൻഡിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൽ എന്തൊക്കെയുണ്ട് കോമൺ ആയിട്ട് എല്ലാവരും ഉള്ളതാണ് വാട്സപ്പ് പോലത്തെ വാട്സപ്പ്, ടെലിഗ്രാം, സിഗ്നൽ, ഇതൊക്കെ എന്താണ് മെസ്സേജിങ് ആപ്പാണ്. ഈ മെസ്സേജിങ് ആപ്പിലൊക്കെ സിം ബൈൻഡിങ് ഒരു ഫെസിലിറ്റി കമ്പൽസറി ആയിട്ട് വേണം എന്ന് സെൻട്രൽ ഗവൺമെൻറ് ഒരു റൂള് കൊണ്ടുവന്നു. ഈ സിം ബൈൻഡിങ് എന്ന് വെച്ചാൽ എന്താണ് സിം ബൈൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ്, ഇപ്പം എക്സാമ്പിൾ ഞാൻ യൂസ് ചെയ്യുന്ന ഹാൻഡ്സെറ്റിൽ ഏത് നമ്പറാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ നമ്പർ തന്നെ ഏത് സിമ്മുമായിട്ട് ലിങ്ക് ആയിരിക്കണം. വൺസ് ആ സിമ്മ്, അത് ഞാൻ ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്ന സിമ്മ് ഞാൻ എന്താണ് നമ്പറിൽ എൻ്റെ ഫോണിൽ നിന്ന് സിമ്മ് മാറ്റിക്കഴിഞ്ഞാൽ ഈ എന്താവുക ഈ വാട്സപ്പിലുള്ള യൂസ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ ഒരു ആപ്പ് പറയുകയാണെങ്കിൽ വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് സിം ബൈൻഡിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെന്തിനാണ് നമ്മളിപ്പോൾ അറിയാം കുറേ എന്താണ് സൈബർ ഫ്രോഡ് തട്ടിപ്പുകൾ, ഇങ്ങനെ കുറേ കമ്പനിയുടെ നെയിംസും ഇങ്ങനെ ലോഗോയും വെച്ച് എന്താണ് കുറേ തട്ടിപ്പുകൾ നമുക്കുണ്ട്. അപ്പം ഈ കേസുകളെയൊക്കെ എന്താണ് കുറയ്ക്കുക അല്ലെങ്കിൽ എന്താണ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് സിം ബൈൻഡിങ് വരുന്നത്. അപ്പോൾ സിം ബൈൻഡിങ് മനസ്സിലാക്കി വിചാരിക്കുന്നത് എന്താണ് നമ്മുടെ ഏത് ഡിവൈസിലാണോ ഏത് നമ്പറിലാണോ ഒരു പർട്ടിക്കുലർ ആപ്പ് എന്താണ് ആപ്സ് ലൈക്ക് വാട്സപ്പ്, ടെലിഗ്രാം വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു ആ ആപ്പുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിൽ മാത്രമേ ആ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ നമ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ വാട്സപ്പൊക്കെ എന്താണ് നമ്മൾ വേറെ എന്താണ് വെബിലായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയി ആപ്പിലും സിസ്റ്റത്തിലും കിടപ്പുണ്ടാവും. ഇനി എന്താണ് 6 മണിക്കൂർ കൂടുന്തോറും എന്താ ഇത് റിഫ്രഷ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇത് ലോഗൗട്ട് ആവും. വീണ്ടും ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഈ മിസ്യൂസ് തടയാൻ പറ്റും. അതായത് ഇപ്പം ഒരാൾ അറിയാതെ ഏതെങ്കിലും സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തു എന്നിട്ട് ലോഗൗട്ട് ചെയ്യാൻ മറന്നെങ്കിൽ ഇത് മറ്റാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേറൊരാളുടെ സിസ്റ്റത്തിലാണ് നമ്മൾ ലോഗിൻ ചെയ്തിരുന്നെങ്കിൽ വാട്സപ്പ് ലോഗിൻ ചെയ്തിരുന്നെങ്കിൽ എന്താണ് മറ്റൊരാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, മിസ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അറിയാനും പറ്റില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അറിയാനും പറ്റില്ല. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ഒരു എവറി 6 hours എന്താവും ഇത് ഓട്ടോ ലോഗൗട്ട് ആവും. എന്നിട്ട് മാത്രം വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്താൽ മാത്രമേ എന്തായാലും ലോഗിൻ ചെയ്യാൻ പറ്റൂ. അപ്പം അതാണ് പുതിയതായിട്ടുണ്ടെന്നുള്ള ഇത് സംഭവം. അത് മെയിനായിട്ട് എന്താണ് സിം ബൈൻഡിങ് എന്നാണ് പറയുന്നത്. ഇത് പിന്നെ ഏതിലൊക്കെ ആയിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ ഇപ്പോൾ ഈ ആപ്പിലൊക്കെ ആയിരിക്കും വാട്സപ്പ്, ടെലിഗ്രാം, സിഗ്നൽ പോലത്തെ എല്ലായിരിക്കും വരുന്നത്. നമ്മുടെ ബാങ്കിങ്ങിലുള്ള ആപ്സ് വരുന്നത് ബാങ്കിങ്ങിന് ഇപ്പോൾ SBIയുടെ യോണോ അല്ല ഓരോ ഇൻഡിവിജ്വൽ ബാങ്കിനും അവരുടെ തന്നെ ആപ്പുകളുണ്ട്. അപ്പോൾ ഈ ആപ്പിലൊക്കെ നേരത്തെ ഇവരെന്ത് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് മെയിനായിട്ട് ഈ പുതിയ വന്ന റൂള് ഏതിലൊക്കെ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത് നമ്മളെ മെസ്സേജിങ് ആപ്സിലായിരിക്കും കൂടുതൽ അപ്ലൈ ചെയ്യണം. വാട്സപ്പ്, ടെലിഗ്രാം, സിഗ്നൽ പോലുള്ള മെസ്സേജിങ് ആപ്പിലായിരിക്കും ഇതെന്താ ആപ്ലിക്കബിൾ ആവുന്നത്. 90 ദിവസം അതിൽ 3 മാസത്തിനകത്ത് ഇത് ചെയ്യണം എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. 90 days, അതായത് ഓൾമോസ്റ്റ് 3 monthsനകത്ത് എന്ത് ചെയ്യണം ഇത് എല്ലാ ഇതിലും മണ്ടേറ്റ് കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്തിട്ട് 120 days ഓൾമോസ്റ്റ് 1 മാസം കഴിഞ്ഞിട്ട് 120 daysനകത്ത് ഇതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം. ഇതുകൊണ്ട് എയിം ഉദ്ദേശം എന്താണ് പ്രിവെൻറ്റ് സൈബർ ഫ്രോഡ്സ്. നമുക്കറിയാം സൈബർ ഫിഷിങ്, ഡിജിറ്റൽ അറസ്റ്റ്, ക്രോസ് ബോർഡർ. ഇപ്പം റീസെൻ്റായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരുന്ന ഡിജിറ്റൽ അറസ്റ്റ് എന്നുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. ഈ ഓൾഡ് ഏജ് അതായത് കുറച്ച് പ്രായമുള്ള സീനിയർ സിറ്റിസൻസിനെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റ് എന്നുള്ള ഇഷ്യൂ നമ്മൾ കേട്ടു. അതുപോലെ സൈബർ ഫ്രോഡ്, അതാണ് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾ OTP എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ. ഇങ്ങനത്തെ കുറേ തട്ടിപ്പുകൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സൈബർ ഫ്രോഡ്സ് മെയിൻലി പ്രിവെൻറ്റ് ചെയ്യുക എന്ന ഉദ്ദേശിച്ചിട്ടാണ് എന്താണ് കൊണ്ടുവന്നത് ഈ സിം ബൈൻഡിങ് എന്നുള്ള ഫെസിലിറ്റി കമ്പൽസറി ആക്കി ഗവൺമെൻറ് 90 daysനകത്ത് ഇത് കൊണ്ടുവരണം. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ് KYC ലിങ്ക്ഡ് ട്രേസബിലിറ്റി ആണ്. ഈ ലിങ്ക് ചെയ്യുമ്പോൾ എന്താണ് ഒരു KYC ഡീറ്റെയിൽസും ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ആരാണ് മിസ്യൂസ് ചെയ്യുന്നത്, മാൽ പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. പിന്നെ യൂണിഫോം സൈബർ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാവർക്കും ബാങ്കിങ് ആയാലും എല്ലാ ആപ്പുകളിലും നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ലോഗിൻ ചെയ്യുന്ന ആപ്പുകളിലും എല്ലാത്തിലും നമ്മുടെ സൈബർ സെക്യൂരിറ്റി എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതുകൊണ്ട് പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ സിം ബൈൻഡിങ് എന്നൊരു ഫെസിലിറ്റി കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഏതിനൊക്കെ മെസ്സേജിങ് ആപ്സ്, മെയിനായിട്ട് നോക്കുക മെസ്സേജിങ് ആപ്സിനായിരിക്കും ഇത് അപ്ലിക്കബിൾ. വാട്സപ്പ്, ടെലിഗ്രാം പോലുള്ള മെസ്സേജിങ് ആപ്സിന്.
പിന്നെ ഓട്ടോ ലോഗൗട്ട് ഏതാണ് 6 hours ആണ്. വെബും ഡെസ്ക്ടോപ്പ് സെഷൻസിലും ഓട്ടോ 6 hours എന്താണ് ഇത് ലോഗൗട്ട് ആവുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ളത് സെബിയുടെ ഒരു ന്യൂസാണ്. സെബി എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് സെബി വരുന്നത്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സ്റ്റോക്ക് മാർക്കറ്റ്, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ് സെബി വരുന്നത്. അവിടെ എന്ത് ചെയ്ത് മെർച്ചന്റ് ബാങ്കർ റെഗുലേഷൻസ് പുതിയ റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെങ്ങനെയാണ്? ഇൻട്രൊഡ്യൂസ് ന്യൂ ക്യാപിറ്റൽ അഡിക്വൻസി ഫ്രെയിം ഓഫ് മെർച്ചന്റ് ബാങ്ക്സിന്, സെബിയുടെ അണ്ടറിൽ വരുന്ന മെർച്ചന്റ് ബാങ്ക്സിന് കുറച്ച് റൂൾസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് തന്നെ നോക്കാം. എന്താണ്? കാറ്റഗറി 1 മെർച്ചന്റ് ബാങ്കേഴ്സ് മസ്റ്റ് മെയിൻറ്റെയിൻ എ മിനിമം നെറ്റ്വർത്ത് ഓഫ്, ഇത് 2 കാറ്റഗറി ഓഫ് മെർച്ചന്റ് ബാങ്ക്സിനെ തിരിച്ചിട്ടുണ്ട്. കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം. കാറ്റഗറി 1ലുള്ള ബാങ്ക്സ്, മെർച്ചന്റ് ബാങ്ക്സിന് എന്താണ് മിനിമം നെറ്റ്വർത്ത് എത്രയായിരിക്കണം? 50 കോടിയും. കാറ്റഗറി 2ൽ വരുന്ന ബാങ്കേഴ്സ് എന്താണ്? 10 crore എന്താണ് മിനിമം നെറ്റ്വർത്ത്, അവരുടെ ആസ്തി അല്ലെങ്കിൽ അസറ്റിന്റെ അല്ലെങ്കിൽ നെറ്റ്വർത്ത് എന്തായിരിക്കണം? കാറ്റഗറി 1ന് 50 crore, കാറ്റഗറി 2ന് 10 crore ആയിട്ട് ഇവരെന്ത് ചെയ്യണം? ഇവരുടെ മിനിമം നെറ്റ്വർത്ത് കീപ്പ് ചെയ്യണം. പിന്നെ വരുന്നത് ഓൾ മെർച്ചന്റ് ബാങ്കേഴ്സ് മസ്റ്റ് മെയിൻറ്റെയിൻ ലിക്വിഡ് നെറ്റ്വർത്ത് ഈക്വൽ ടു 25% ഓഫ് ദ റിക്വയർഡ് നെറ്റ്വർത്ത്. അവർക്ക് എത്രയാണോ മിനിമം, എല്ലാ ബാങ്കുകൾക്കും ഇവർക്ക് റിക്വയർഡ് പറഞ്ഞിട്ടുണ്ട് മിനിമം നെറ്റ്വർത്ത് എത്രയാണ്? 50, 10. ഇവരുടെ എത്രയാണ്? ഇതിന്റെ 25% എന്തായിരിക്കണം? ഇവർ ലിക്വിഡ് ആയിട്ട് ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഇവരുടെ കീപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവരുണ്ടാക്കണം. പിന്നെ എന്താണ്? ലിക്വിഡ് നെറ്റ്വർത്ത് ഇൻക്ലൂഡ്സ് ഓൺലി ഈസിലി റിലൈസബിൾ ഹൈ ക്വാളിറ്റി ഫിനാൻഷ്യൽ അസറ്റ്സ്. അതായത് റിയലൈസബിൾ, അതായത് നമ്മൾ ഗോൾഡ് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കണം, അല്ലാതെ ഒരു ബിൽഡിംഗ് അസറ്റ്സ് ഇങ്ങനെ ഒന്നും ഇതിലെടുക്കാൻ പാടില്ല. അണ്ടർ റൈറ്റിംഗ് ഒബ്ലിഗേഷൻസ് ആർ ക്യാപ്ഡ് 20 times മെർച്ചന്റ് ബാങ്കേഴ്സ് ലിക്വിഡ് നെറ്റ്വർത്ത്. അണ്ടർ റൈറ്റിംഗ് എത്രയായിരിക്കണം? 20 times മെർച്ചന്റ് ബാങ്കേഴ്സ് ലിക്വിഡ് നെറ്റ്വർത്ത് എത്രയാണോ അതിന്റെ 20 times ആയിരിക്കണം എന്താണ് അണ്ടർ റൈറ്റിംഗ് എഴുതിത്തള്ളാനുള്ള പരിധി എന്നും പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് കാറ്റഗറി 1ൽ ഉള്ള മെർച്ചന്റ് ബാങ്ക്സ് ഏൺ അറ്റ്ലീസ്റ്റ് 12.45 crore റവന്യൂ ഓവർ ദ ലാസ്റ്റ്. അതിന് കാറ്റഗറി 1ൽ സാറ്റിസ്ഫൈ എന്താണ്? ഇവരെ മസ്റ്റ് ഏൺ അറ്റ്ലീസ്റ്റ് 12.5 crore റവന്യൂ ഓവർ ലാസ്റ്റ് 3 വർഷത്തിൽ എന്താണ് 12.5 crore റവന്യൂ ഇവർ ജനറേറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് മിനിമം ആണ് പറയണത്. മിനിമം 12.5 crore റവന്യൂ ഇവർ ജനറേറ്റ് ചെയ്യണം. പിന്നെ കാറ്റഗറി 2ലാണെങ്കിൽ അതെന്താണ് 2.5 കോടി റവന്യൂ ഇവർ ലാസ്റ്റ് 3 വർഷത്തിൽ റവന്യൂ എന്താണ് ഇവർ ജനറേറ്റ് ചെയ്യണം. പിന്നെ മെയിനായിട്ട് വരുന്നത് എന്താണ്? കാറ്റഗറി 1 ആർ പെർമിറ്റഡ് ടു മാനേജ് മെയിൻ ബോർഡ് ഇക്വിറ്റി ഇഷ്യൂസ്. ഇവരെ മെയിൻ ബോർഡുമായിട്ടുള്ള ഇക്വിറ്റി ഇഷ്യൂസ് അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാറ്റഗറി 2ലോട്ട് വരുമ്പോൾ എന്താണ്? മെയിൻ ബോർഡ് ഇക്വിറ്റി ഇഷ്യൂസ് ബട്ട് ക്യാൻ പെർഫോം അഡ്വൈസറി ആക്ടിവിറ്റീസ് ഓൺലി മാത്രം ചെയ്യാൻ പറ്റും. അല്ലാതെ മെയിൻ ബോർഡിലുള്ള ഇക്വിറ്റി ഇഷ്യൂസ് ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് ക്യാൻ പെർഫോം അഡ്വൈസറി ആക്ടിവിറ്റീസ്, അഡ്വൈസ് ചെയ്യാൻ പറ്റും. ബോർഡിന് അഡ്വൈസറി ആക്ടിവിറ്റീസ് മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വരുന്ന എന്താണ്? എക്സ്പാൻഡഡ് ആക്ടിവിറ്റീസ് നൗ ഇൻക്ലൂഡ് സർവീസ് ഗവൺ ബൈ ഫിനാൻഷ്യൽ സെക്ടർ റെഗുലേറ്റേഴ്സ്. എന്താണ് ഇപ്പോൾ എന്താണ് എക്സ്പാൻഡഡ് ആക്ടിവിറ്റീസിനൊക്കെ ഏതിൻ്റെ അപ്രൂവൽ വേണം? ഫിനാൻഷ്യൽ സെക്ടർ റെഗുലേറ്റേഴ്സിൻ്റെ അപ്രൂവൽ വേണം. അതും വേണം. എന്താണ് ഫിനാൻഷ്യൽ സെക്ടർ റെഗുലേറ്റേഴ്സ് ആൻഡ് NBFC റെഗുലേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഒരു RBIയുടെ സെബി ഇങ്ങനത്തെ റെഗുലേറ്റേഴ്സാണ് എന്ത് വരുന്നത്. ഇപ്പം ഇൻഷുറൻസ് ഒക്കെ IRDA ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ബാങ്കിങ് ഒക്കെ RBI, അതുപോലെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ SBI നമ്മളെ സെബി ആണ് വരുന്നത്. ഇതുപോലത്തെ കാര്യങ്ങൾ റെഗുലേറ്റേഴ്സിൻ്റെ റൂൾസിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ആക്ടിവിറ്റീസ് ഒക്കെ തീരുമാനിക്കണമെങ്കിൽ എന്താണ് ഇവരുടെ റെഗുലേഷൻസിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്ന ഇവർ നിഷ്കർഷിക്കുന്ന രീതിയിലുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആക്ടിവിറ്റീസ് ഔട്ട്സൈഡ് ഫിനാൻഷ്യൽ സെക്ടർ റെഗുലേറ്റേഴ്സ് മസ്റ്റ് ബി ഫീ ബേസ്ഡ്. ഇവരുടെ ബേസ്, അതായത് റെഗുലേറ്ററിയുടെ പുറത്തോട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഫീ ബേസ് ആയിരിക്കും. പിന്നെ നോൺ ഫണ്ട് ആയിരിക്കും. പിന്നെ ഫിനാൻഷ്യൽ സെക്ടർ റിലേറ്റഡും കൂടെ ആയിരിക്കണം. ഇതിന് പുറത്തുള്ള ഫിനാൻഷ്യൽ സെക്ടർ റെഗുലേറ്റേഴ്സിന്റെ പുറത്തുള്ള കാര്യങ്ങൾ എന്തായിരിക്കണം? ഫീ ബേസ് ആയിരിക്കും. പിന്നെ നോൺ ഫണ്ട് ബേസ് ആയിരിക്കും. എന്താണ് നമ്മുടെ CSR ആക്ടിവിറ്റീസ് ഇല്ലേ? CSR എന്ന് വെച്ചാൽ എന്താണ്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇങ്ങനത്തെ ആക്ടിവിറ്റീസിന് അണ്ടറിലായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ സെക്ടർ റിലേറ്റഡ് ആയിരിക്കണം. അപ്പം ഇത്രയാണ് ഇതിൽ വന്നത്. എന്തുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്? ന്യൂ ഇയർ റൂൾസ് എയിം ടു സ്ട്രെങ്തൻ റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. റിസ്ക് കുറയ്ക്കുക, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന എന്തെങ്കിലും റീസൺ കാണുമല്ലോ. എന്താണ്? ഫിനാൻഷ്യൽ റിസ്ക് കുറയ്ക്കുക, റിസ്ക് മാനേജ്മെന്റ് ആണ്, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് വരുന്നത്. പിന്നെ റെഗുലേഷൻസ് പ്രൊമോട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇത് ജനറൽ ആയിട്ടുള്ള റൂൾസ്. എന്താണ്? എല്ലാ റൂൾസും കൊണ്ടുവരുന്നത് എന്തിനാണ്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ബിസിനസിന്റെ ഡൂയിങ് എളുപ്പമാക്കുക. പിന്നെ റിസ്ക് മാനേജ്മെന്റ് കുറയ്ക്കുക. പിന്നെ എന്താണ്? മെർച്ചന്റ് ബാങ്ക്സ് മസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് സസ്റ്റൈൻഡ് ബിസിനസ് ആക്ടിവിറ്റി ത്രൂ ഔട്ട് ദ മിനിമം റവന്യൂ. ഇത് ഇവരുടെ എന്താണ് റെഗുലേഷൻസ് കീപ്പ് ചെയ്യാനാണ്. ഇത്രയും ബിസിനസ് ഇവരുണ്ടാക്കണം, ഇത്രയും എമൗണ്ട് മിനിമം കാറ്റഗറി 1നും കാറ്റഗറി 2നും രണ്ട് എമൗണ്ട് ഇവർ മീറ്റ് ചെയ്യണം.
അതുമാത്രമല്ല പിന്നെന്താണ് ഇവരുടെ പിന്നെ ആക്ടിവിറ്റീസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇക്കണോമി അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് എന്താണ്, നമ്മളെ ഇൻഫ്ലേഷനെയും ഇതിനെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഒരു മെർച്ചൻ്റ് ബാങ്ക്സിൻ്റെ കാര്യം എന്താണ് നോർമലായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ഫെസിലിറ്റീസ് കൊണ്ടുവരുന്നത്, ഈ റൂൾസ് കൊണ്ടുവരുന്നത്. ഓവറോൾ ഒബ്ജക്റ്റീവ് ഈസ് ടു എൻഷുർ ഓൺലി ഫിനാൻഷ്യൽ സൗണ്ട്, കോംപ്ലൈൻറ്റ് ആൻഡ് കേപ്പബിൾ ഓപ്പറേറ്റിംഗ് ഇന്ത്യൻ മാർക്കറ്റ്. അതായത് ഫിനാൻഷ്യൽ സൗണ്ട്, അതായത് നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാതെ ഫിനാൻഷ്യലി സൗണ്ട്, അതായത് ഫണ്ടിങ്ങും എല്ലാം എനഫായിട്ടുള്ള ഒരു കമ്പനീസ് മാത്രം ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ റൂൾസ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ആരാണ് കൊണ്ടുവന്നത്? സെബിയാണ് കൊണ്ടുവന്നത്. സെബി എന്നാണ് സെക്യൂരിറ്റി ഓഫ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, മുംബൈയിലാണ് വരുന്നത്, ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതിലോട്ട് വരികയാണെങ്കിൽ എന്താണ് അടുത്ത വരുന്നതാണ് RBIയുടെ പെനാൽറ്റിയാണ്. RBI പെനാൽറ്റി ഓൺ JNK ബാങ്ക്, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിൽ എത്ര രൂപയുടെ 99.30 ലാഖിൻ്റെ ഫൈനാണ് കൊടുത്തത്. എന്തിനാണ്? വയലേറ്റിംഗ് KYC നോംസ്. KYC നോംസ് എന്താണ്? നമ്മുടെ നോ യുവർ കസ്റ്റമർ ആണ് KYC വരുന്നത്. KYC ഡീറ്റെയിൽസ് ആണ് നമ്മുടെ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ്. ആ ഇതിൻ്റെ വയലേഷനും പിന്നെ ഇന്റേണൽ ഓംബുഡ്സ്മാൻ സ്കീം. ഓംബുഡ്സ്മാൻ സ്കീം വെച്ചാൽ എന്താണ്? നമ്മുടെ കസ്റ്റമർ റിഡ്രസൽ, ഇതാണ് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്യൂസ് റേസ് ചെയ്യുന്ന ഒരു ഫോറമാണ് ഓംബുഡ്സ്മാൻ സ്കീം വരുന്നത്. അതിൻ്റെ ഉള്ള വയലേഷൻസും പിന്നെ എന്താണ് സെക്ഷൻ 26A ഓഫ് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട്, BR ആക്ട്, ഇങ്ങനെ 3 കാര്യങ്ങൾ കൂടെ വയലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് എത്ര രൂപ ഫൈൻ കിട്ടിയത്? 99.3 lakhs, ഓൾമോസ്റ്റ് 1 crore ഇത് ഫൈൻ കിട്ടിയിട്ടുള്ളത്. ഫെയിൽ ടു ട്രാൻസ്ഫർ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്, പിന്നെന്താണ് ഫെയിൽ ടു ട്രാൻസ്ഫർ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് DA, ഡിയർനൻസ് അലവൻസ് ഫണ്ടിലോട്ട് കൊടുത്തിട്ടില്ല, ഡെപ്പോസിറ്റ് മാറ്റിയിട്ടില്ല. കംപ്ലയിൻറ്റ്സ് നോട്ട് എസ്കലേറ്റഡ് പ്രോപ്പർലി ടു ഇന്റേണൽ ഓംബുഡ്സ്മാൻ, ഇവർ വന്ന കംപ്ലയിൻറ്റ്സ് ഇന്റേണൽ ഓംബുഡ്സ്മാനിലോട്ട് ഇവർ ചെയ്തിട്ടില്ല. പിന്നെ ഇഷ്യൂസ് ഇൻ നോ ഫേസ് മാച്ചിങ് ടെക്നോളജി, ഇത് ഫേസ് മാച്ചിങ് ടെക്നോളജിയാണ് VCP എന്ന് പറയുന്നത്. അതിൻ്റെ അതിൻ്റെ ഇഷ്യൂസും അതിലുള്ള ഇഷ്യൂസും കൂടാണ്. ഇത്രയും കാര്യങ്ങളോടാണ് ഇവർക്ക് എന്താണ് 99.3 lakhs ഇവർ ഗവൺമെൻറ് കൊടുത്തത്. 99.30 lakhs ഫൈൻ ആരാ കൊടുത്തത്? RBI ആണ് പെനാൽറ്റി കൊടുത്തത്. അത് നമുക്ക് ഇത് ഓർത്തിരിക്കുക, ആരൊക്കെയാണ് നോക്കുക. RBI ആർക്കാണ് കൊടുത്തത്? JNK, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിനാണ് കൊടുത്തത്. നമ്മളെ കേരള ഗ്രാമീൺ പോലെ RRB ആണ്. JNK ബാങ്ക് ഒരു RRB ബാങ്കാണ്. അപ്പോൾ ആർക്ക് എത്രയാണ് ഫൈൻ കൊടുത്തത്? 99.3 lakhs ആണ് വന്നത്. റീസൺ പഠിച്ചിരിക്കണമെന്ന് ആവശ്യമില്ല, എന്നാൽ അറിഞ്ഞിരിക്കുക. KYC നോംസ്, പിന്നെ ഓംബുഡ്സ്മാൻ്റെ ഉള്ള ഇഷ്യൂസ് ഇവർ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്റേണൽ ഓംബുഡ്സ്മാൻ റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെതാണ്. പിന്നെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് DA ഫണ്ടിലോട്ട് മാറ്റിയിട്ടില്ല. ഇങ്ങനത്തെ പല ഇഷ്യൂസ് കാരണമാണ് RBI JNK ബാങ്കിന് എന്ത് കൊടുത്തത്? 99.3 lakhs ഒരു ഫൈന് കൊടുത്തത്. ഓക്കെ, ഇത്രയാണ് ഇതിലുള്ളത്. അടുത്ത എന്താണ്? IDFC ഫസ്റ്റ് ബാങ്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്ത്. എന്താണ്? ഫസ്റ്റ് ബോവ് എന്നാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ നെയിം. ഫസ്റ്റ് ബോവ് ആണ് ക്രെഡിറ്റ് കാർഡ് നെയിം. ഒരു ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ്, ബ്ലാക്ക് FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ്. FD എന്നാണ് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് കാർഡാണ്. ഒരു പ്രീമിയം കാർഡാണ്. പ്രീമിയം കാർഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മിനിമം നെറ്റ് വർത്ത് ഉണ്ടാവും, ഇതിന് മിനിമം വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ. പിന്നെ ഇത് പ്രീമിയം കാർഡിന് വരുന്നത് വെച്ചാൽ ഹൈ ചാർജ് വരും, പിന്നെ കുറച്ച് ബെനിഫിറ്റ്സ് കൂടുതലായിരിക്കും. അപ്പം കാർഡിൻ്റെ നെയിം എന്താണ്? ഫസ്റ്റ് ബോവ് ആണ് കാർഡിൻ്റെ നെയിം. IDFC ബാങ്കാണ് കൊണ്ടുവന്നത്. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ എന്താണ്? മിനിമം ഏജ് 18 കഴിഞ്ഞവർക്ക്, 18+ ഉള്ളവർക്കാണ് വരേണ്ടത്. എത്ര മിനിമം FD എത്ര ഉണ്ടാവണം അക്കൗണ്ടിലുള്ള? IDFC അക്കൗണ്ടിൽ എത്രയാണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ് മിനിമം 20,000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ള ഒരാൾക്കും 18+ ഏജ് ഉള്ള ഒരാൾക്കും ഈ ക്രെഡിറ്റ് കാർഡ് ആക്സസ് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ 0% ഫോറക്സ് മാർക്ക്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ഡ്യുവൽ കാർഡാണ്. പിന്നെ മാസ്റ്റർ കാർഡും ഉണ്ട്, റുപ്പേയും ഉണ്ട്. UPI വിർച്വലും നമുക്ക് വിർച്വലായിട്ട് കിട്ടുന്ന, അതായത് നമ്മളെ കയ്യിൽ കിട്ടുന്ന കാർഡ് മാസ്റ്റർ കാർഡ് ഇതിലായിരിക്കും സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു റുപ്പേയിൽ ഏതിലാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻസിനൊക്കെ റുപ്പേ പ്ലാറ്റ്ഫോമിലും സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്താണ്? 4 ലോഞ്ച് ആക്സസ്, ആക്സിഡൻറ്റ് കവർ 2 lakhs, ലോസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ലയബിലിറ്റി 25,000 രൂപ വരെ കിട്ടും. അത് ലോഞ്ച് ആക്സസ് ഉണ്ട്, 4 ലോഞ്ച് ആക്സസ് ഉണ്ട്. പിന്നെ ആക്സിഡൻറ്റ് കവർ ഇൻഷുറൻസ് 2 lakhs ഇൻഷുറൻസ് കവർ ഉണ്ട്. പിന്നെ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി 25,000 രൂപയുടെ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റിയും ഉണ്ട്.
ഇൻട്രസ്റ്റ് ഫ്രീ ATM വിഡ്രോവൽസും ഉണ്ട്. ക്രെഡിറ്റ് കാർഡിന് എന്താണ് ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് നമ്മൾ ATM വിഡ്രോവൽ ചെയ്യുമ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതെന്താണ് ഇൻട്രസ്റ്റ് ഫ്രീ, എത്ര 45 ദിവസം വരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. 45 ദിവസം കഴിഞ്ഞ് ടാക്സ് എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് അപ്ലിക്കബിൾ ആണ്. പിന്നെ ജോയിനിങ് ഫീ എത്രയാണ്, 750 ആണ്. GST ഇൻക്ലൂഡഡ് ആണ്, 750 ആണ് വരുന്നത്. GST ഇൻക്ലൂഡഡ് ആണ്. വേവ്ഡ് ഫ്രം സെക്കൻഡ് ഇയർ തൊട്ട് എന്താണ് ജോയിനിങ് ഫീ ഇല്ല. വിത്ത് 1.5 lakh സ്പെൻഡ് 2 വർഷത്തിൽ 1.5 ലക്ഷത്തിന് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ തൊട്ടുള്ള ജോയിനിങ് ഫീ ഇവരെന്ത് ചെയ്യും, ഇതിൽ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ കാർഡിൻ്റെ നെയിം എന്താണ്, ഫസ്റ്റ് ആണ് ക്രെഡിറ്റ് കാർഡ്. ആരാണ് കൊണ്ടുവന്നത്, IDFC ഫസ്റ്റ് ബാങ്ക് ആണ് കൊണ്ടുവന്നത്. എന്താണ്, ഗോൾഡ് ബാക്ക്ഡ് അല്ല, FD ബാക്ക്ഡ് ആണ് വരുന്നത്. FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡാണ് വരുന്നത്. ജോയിനിങ് ഫീ എത്രയാണ്, 750. പിന്നെ ഏതൊക്കെ പ്ലാറ്റ്ഫോം, മാസ്റ്റർ കാർഡ് പ്ലാറ്റ്ഫോമും റുപ്പേ പ്ലാറ്റ്ഫോമുമാണ് ഇതിലേത് വരുന്നത്, ഈ ക്രെഡിറ്റ് കാർഡിൽ വർക്ക് ചെയ്യുന്ന ഇത് വരുന്നത്. എത്രയാണ് മിനിമം FD ഉണ്ടാവുന്ന അക്കൗണ്ടിൽ 20,000 ആയിരിക്കണം മിനിമം അക്കൗണ്ടിൽ ഉണ്ടാവുന്ന FD. എത്ര ഏജ്, 18+ ഏജും മിനിമം ഏജ് ക്രൈറ്റീരിയ വരുന്നത്. ഓക്കെ, അടുത്ത വരുന്നത് എന്താണ്, എയർപേ എന്നൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർക്ക് RBI അപ്രൂവൽ ഫോർ ക്രോസ് ബോർഡർ പേയ്മെന്റ് അഗ്രിഗേറ്റർ. ക്രോസ് ബോർഡർ പേയ്മെന്റ് എന്താണ്, ഒരു കൺട്രിയിൽ നിന്ന് മറ്റേ കൺട്രിയിലോട്ട് പേയ്മെന്റ് സെൻഡ് ചെയ്യാനുള്ള ഇതിനാണ് ക്രോസ് ബോർഡർ പേയ്മെന്റ് അഗ്രിഗേറ്റർ, ക്രോസ് ബോർഡർ പേയ്മെന്റ്സ് എന്ന് പറയണേ. അപ്പോൾ അതിന്റെ ലൈസൻസ് ആർക്ക് കിട്ടി, എയർപേക്ക് കിട്ടി. ആരാ കൊടുത്തത്, RBI ആണ് കൊടുത്തത്. കമ്പനിയുടെ നെയിം എയർപേ. ഓക്കെ, എയർപേ എന്നാണ് വരുന്നത്. ഓക്കെ, പേയ്മെന്റ് അഗ്രിഗേറ്റർ ക്രോസ് ബോർഡർ ആണ്, PACB എന്ന്. ഓക്കെ, പേയ്മെന്റ് അഗ്രിഗേറ്റർ ക്രോസ് ബോർഡർ ആണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓർഗനൈസേഷൻ നെയിം എന്താണ്, എയർപേയും RBIയുടെ അപ്രൂവലാണ് കിട്ടിയത്. എന്തിനാണ്, ക്രോസ് ബോർഡർ പേയ്മെന്റ്സിന്റെ അഗ്രിഗേറ്റ് ലൈസൻസ് ആണ് കിട്ടിയത്. എനേബിൾസ് end-to-end ഗ്ലോബൽ ആൻഡ് ഡൊമസ്റ്റിക് മെർച്ചന്റ് പേയ്മെന്റ്സ്. ഗ്ലോബലും ഇന്റർനാഷണലും ഡൊമസ്റ്റിക് മെർച്ചന്റ് പേയ്മെന്റ്സിനും സപ്പോർട്ട് ഉണ്ട്. പിന്നെ എക്സ്പെക്ട് 30 to 40% റൈസ് ഇൻ ക്രോസ് ബോർഡർ. നെക്സ്റ്റ് എന്താണ്, നമ്മുടെ കൺട്രി എന്താണ് 30 to 40% റൈസ് ഇൻ എന്താണ് ക്രോസ് ബോർഡർ പേയ്മെന്റിന് ഇൻക്രീസ് ഇത് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതാണ്. ഫ്ലോസ് എക്സ്പെക്റ്റഡ് ടു കൺട്രിബ്യൂട്ട് 20% ഓഫ് പ്ലസ് റവന്യൂ. ഓക്കെ, ഇതെന്താണ് ക്രോസ് ബോർഡർ പേയ്മെന്റ് ഉദ്ദേശം എന്താണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ സ്റ്റുഡൻസ് എവിടെ പഠിക്കുന്നുണ്ട്, കുറേ കൺട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കുറേ അതായത് വിദേശ കൺട്രികൾ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ പഠിക്കുന്നതായാലും വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇവർ നാട്ടിലോട്ട് ക്യാഷ് അയക്കുന്നതാണ് എന്താണ് ക്രോസ് ബോർഡർ പേയ്മെന്റ്. ഇതിനൊരു ടാക്സ് എന്താണ്, ഈ അയക്കുന്ന അഗ്രിഗേറ്റേഴ്സ്, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ആണെങ്കിൽ എയർപേ ഇനിയൊരു ഫെസിലിറ്റിയാണ്, ഇവരെന്ത് ഒരു എമൗണ്ട് ഇവരിൽ നിന്ന് പിടിക്കും, എന്താണ് ഇവരുടെ ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് പിടിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ പുതിയൊരു ആളും കൂടെ അപ്രൂവൽ കിട്ടി, എയർപേ എന്നൊരു ഏജൻസിക്കും കൂടെ എന്തിൻ്റെ അപ്രൂവൽ കിട്ടി, RBIയുടെ അപ്രൂവൽ കിട്ടി. ഓക്കെ, ഇതിൽ എത്ര 50,000 മെർച്ചന്റ് പേയ്മെന്റ്സ് എന്താണ്, നമ്മളെ ഗൂഗിൾ പേയിലൊക്കെ ചെയ്യുന്ന പേയ്മെന്റ്സ് ആണ് മെർച്ചന്റ് പേയ്മെന്റ്സ്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലായാലും വാട്ടർ ബില്ലൊക്കെ എന്താണ് മെർച്ചൻസ് ആണ്. അപ്പോൾ മെർച്ചന്റ് പേയ്മെന്റ് ഫെസിലിറ്റി. അതുപോലെ ഈ ഇതിൽ എന്താണ് ഇവർക്ക് എയർപേ എന്താണ് ക്രോസ് ബോർഡർ പേയ്മെന്റ് മാത്രമല്ല, നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള പേയ്മെന്റും ഫെസിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. ഗൂഗിൾ പേ പോലെ ഒരു അഗ്രിഗേറ്റർ ആവാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിലെന്താണ് ഓൾമോസ്റ്റ് 50,000+ മെർച്ചൻസിനെ ആഡ് ചെയ്യണം എന്നാണ് ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഇതിൻ്റെ നെയിം ഓർത്തിരിക്കുക, എയർപേ ആരുടെ അപ്രൂവൽ, RBIയുടെ അപ്രൂവലാണ് കിട്ടിയത്. അടുത്ത വരുന്നത് എന്താണ്, എയർടെൽ ഗൂഗിൾ പാർട്ണർഷിപ്പ് ഫോർ RCS മെസ്സേജിങ്. RCS മെസ്സേജിങ് എന്ന് ആദ്യം പറയാം. RCS എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ RCS മെസ്സേജിങ് എന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ്, ടെലിഗ്രാം ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതാണ് RCS മെസ്സേജിങ്. RCS എന്താണ്, നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആൾ റിസീവ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് നമ്മൾ ഒരാൾക്ക് അയച്ചു, നമ്മൾ സിംഗിൾ ടിക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെ ഇന്ന് സെൻഡ് ആയിട്ടുണ്ട്. ഡബിൾ ടിക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ അയച്ച ആൾക്ക് റിസീവറിന് എന്താണ് റിസീവ് ആയിട്ടുണ്ട്. ബ്ലൂ ടിക്ക് ആയ എന്താണ് റിസീവർ മെസ്സേജ് കണ്ടു. അതുമാത്രമല്ല, നമ്മൾ ഒരാൾ ലൈവ് ചാറ്റ് നിൽക്കുമ്പോഴാണ് അവർ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ടൈപ്പിംഗ് എന്ന് കാണിക്കും. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, RCS മെസ്സേജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. RCS മെസ്സേജിങ് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലിയാണ്. അതേസമയം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണ്, കൺവെൻഷണൽ, അതായത് നമ്മൾ നോർമൽ SMS വരുന്നത് എങ്ങനെയാണ്, അതിലൊരു ഡീറ്റെയിൽസും ഇല്ല. ഇപ്പോൾ നമ്മൾ ഒരാൾ നോർമൽ SMS അയച്ചു കഴിഞ്ഞാൽ റിസീവ് ആയോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കൂടുതലും എല്ലാ ആൻഡ്രോയിഡ് ഡിവൈസസും എന്താണ് യൂസ് ചെയ്യുന്നത്, ഗൂഗിളിൻ്റെ മെസ്സേജാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ്, എയർടെലും ഗൂഗിളും കൂടെ പാർട്ണർഷിപ്പ് ചെയ്ത് എന്താണ് നമ്മൾ വാട്സപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത് പോലത്തുള്ള ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ മെസ്സേജസിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു MOU കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരൊക്കെയാണ് ഏജൻസീസ്, എയർടെലും ഗൂഗിളുമാണ് വരുന്ന ഏജൻസീസ് വരുന്നത്. ഇതിൻ്റെ മെസ്സേജിങ് ചാർജ് വരുന്നത് എത്രയാണ്, 0.11 പെർ മെസ്സേജ് ആണ്, ₹0.11 പെർ മെസ്സേജ് ആണ് വരുന്നത്. റവന്യൂ ഷെയർ, ഈ മെസ്സേജിൻ്റെ റവന്യൂ ഷെയർ വരുന്നത് 80 to 20 ആണ്. എയർടെൽ 80%,
20 ഗൂഗിൾ പെർസെൻറ്റേജ് ആണ് വരുന്നത്. ഇത് ഏതിലാണ് പറഞ്ഞത്? ഇൻ്റഗ്രേറ്റഡ് വിത്ത് എയർടെൽസ് AI സ്പാം ഫിൽറ്റർ. എയർടെലിൻ്റെ ഒരു ഫെസിലിറ്റിയാണ് സ്പാം ഫിൽറ്റർ എന്ന് പറയുന്നത്, AI സ്മാർട്ട് ഫിൽറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെയാണ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത്. ഇനി ഇത് എല്ലാത്തിലും അപ്ലിക്കബിൾ ആകാൻ പോവുകയാണ്. എയർടെൽ, ജിയോ, VI എല്ലാം ഇനി എന്താണ് RCS സപ്പോർട്ട് ചെയ്യും. പിന്നെ RCS യൂസർ പറഞ്ഞ പോലെ എന്താണ് റീഡ് റെസിപ്പിയൻസ്, ഫയൽ ഷെയറിങ്, ഗ്രൂപ്പ് ഷെയർ. നമ്മുടെ വാട്സപ്പ് പോലത്തെ ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ വാട്സപ്പ് ടെലിഗ്രാം പോലത്തെ ഒരു എന്താണ് മെസ്സേജിങ് ഫീൽഡായിരിക്കും ഇതിലും വരാൻ പോകുന്നത്. ഏതാണ്? ഗൂഗിൾ മെസ്സേജസിലോട്ട് വരാൻ പോകുന്നത്. ഡെവലപ്പ് ചെയ്ത ആരാണ്? GSMA 2007 ഇത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇതാണ് പറയാനുള്ള ഏജൻസി ഏതാണ്? എയർടെലും ഗൂഗിളും ആണ് വരുന്നത്. RCS മെസ്സേജിങ് നമ്മൾ വാട്സപ്പ് ടെലിഗ്രാം പോലത്തുള്ള മെസ്സേജിങ് ആണ് RCS മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തെന്താണ്? ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ആണ്. ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് നമ്മൾ പഠിക്കാറുള്ളതിന് ലിമിറ്റഡും ലോക്ക് ഹെഡ് മാർട്ടിൻ എന്താണ് C-130J MRO എന്നുള്ളൊരു എന്താണ് ഒരു C-130J എന്ന് വെച്ചാൽ ഒരു എന്താണ് എയർപ്ലെയിൻ ആണ്. അതിൻ്റെ എന്താണ് മെയിൻ്റനൻസ് ഫെസിലിറ്റി എവിടെ കൊണ്ടുവരാൻ പോവുകയാണ്? ബംഗളൂരിൽ സ്ഥാപിക്കാൻ പോവുകയാണ്. MRO ഫെസിലിറ്റി എന്ന് വെച്ചാൽ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ ഫെസിലിറ്റിയാണ് MRO ഫെസിലിറ്റി വരുന്നത്. C-130J എയർക്രാഫ്റ്റ് ആർമിയിലൊക്കെ യൂസ് ചെയ്യുന്ന, ആർമി അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യുന്ന എന്താണ് ഒരു എയർക്രാഫ്റ്റ് ആണ്. അതിൻ്റെ എന്താണ് മെയിൻ്റനൻസ്, റിപ്പയർ ഫെസിലിറ്റി എവിടെ കൊണ്ടുവരാൻ പോകുന്നു? ബാംഗ്ലൂർ കൊണ്ടുവരാൻ പോകുന്നതാണ് വരുന്നത്. ഇതിപ്പോൾ കറന്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എയർഫോഴ്സിന് എന്താണ് 12 C-130J സൂപ്പർ ഹെർക്കുലീസ് എയർക്രാഫ്റ്റ് ഉണ്ട്. പിന്നെ അല്ലാതെ ഗ്ലോബൽ യൂസേഴ്സ് എന്താണ് മറ്റേ പ്രൈവറ്റ് ഏജൻസീസ് ഒക്കെ കാർഗോ ടൈപ്പ് ഷിപ്പാണ്, കാർഗോ ടൈപ്പ് ഫ്ലൈറ്റ് ആണ് വരുന്നത്. ആ ഫ്ലൈറ്റിൻ്റെ മെയിൻ്റനൻസ് ഫെസിലിറ്റി ബാംഗ്ലൂർ കൊണ്ടുവരുന്നു. ആരൊക്കെ? ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡും ലോക്ക്ഹെഡ് മാർട്ടിനും ആണ് വരുന്നത്. ഓക്കെ, അതാണ് ഇതിൽ വരുന്നത്. ലോക്ക്ഹെഡ് മാർട്ടിനും ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡും കൂടെ ഒരു ഫെസിലിറ്റി ബാംഗ്ലൂരിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഇതിൻ്റെ എന്താണ് 2026 അവസാനത്തോടുകൂടി എന്തായിരിക്കും ഇതിൻ്റെ ഫെസിലിറ്റിയുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് 2027 ഫസ്റ്റിലോടെ ഇതിൻ്റെ എന്താണ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മെയിൻ എന്താണ്? സ്ട്രെങ്ത്സ് ഇന്ത്യ ആസ് എ ഡിഫൻസ് മാനുഫാക്ചറിങ് ഹബ്ബ്. ഡിഫൻസ് മാനുഫാക്ചറിങ് ഹബ്ബിലായിട്ട് എത്തിക്കുക എന്നാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമ്പിളാണ്. എന്താണ്? ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡും ലോക്ക്ഹെഡ് മാർട്ടിൻ എന്താണ് ഒരു MOU സൈൻ ചെയ്തു. എന്താണ് നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സിലല്ല യൂസ് ചെയ്യുന്ന ഒരു കാർഗോ ടൈപ്പ് ഷിപ്പാണ്, കാർഗോ ടൈപ്പ് ഫ്ലൈറ്റ് ആണ്. ഏത്? C-130J എന്നൊരു എയർക്രാഫ്റ്റ് ആണ്. ഈ എയർക്രാഫ്റ്റിൻ്റെ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവറോൾ ഫെസിലിറ്റി ബാംഗ്ലൂരിൽ കൊണ്ടുവരാൻ പോകുന്നു. ഓക്കെ, പിന്നെ അതുപോലെ അടുത്ത ടാറ്റ വീണ്ടും ഒരു MOU ആണ്. ടാറ്റ ഇന്ത്യയിലും എന്താണ് MOU ഫോർ സെമി കണ്ടക്ടർ ആൻഡ് AI. സെമി കണ്ടക്ടറിൻ്റെ വേണ്ടി ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യയിലൊക്കെ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എന്താണ് മൈക്രോ പ്രോസസ്സറാണ് എന്താണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലും ടാറ്റയും കൂടെ എന്താണ് ചിപ്പ് മാനുഫാക്ചറിങ് ആൻഡ് പാക്കേജിങ് ആൻഡ് AI സിസ്റ്റത്തിൻ്റെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റീസ് MOU ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ ഫെസിലിറ്റീസിലാണ്? ദൊലേറ ഫാബ് ഗുജറാത്തിലും ഒസാറ്റ് ഫെസിലിറ്റി അസാമിലും ആയിരിക്കും എന്ത് ചെയ്യുന്ന ഈ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. എന്താണ്? സെമി കണ്ടക്ടറും പിന്നെ വരുന്നുണ്ട്, AIയുടേതും ഉണ്ട് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പ്ലാൻ ടു സ്കെയിൽ AI പവേർഡ് പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് ഇൻ ഇന്ത്യ. AI പവേർഡ് പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസ് എന്താണ് ഇതിൻ്റെ സെക്കൻഡ് ഫേസ് ആയിട്ട് എന്താണ് ഒരു AI പവേർഡ് പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ആയിരിക്കും വരുന്നത്. ടാറ്റ യൂസ് ഇന്റൽ റെഫറൻസ് ഡിസൈൻ ആൻഡ് EMS എക്കോസിസ്റ്റം. എന്താണ് രണ്ടൊരു MOU ഉണ്ട്, രണ്ടുപേരുടെയും ബെറ്റർ ഫെസിലിറ്റീസ് എന്തായാലും കൊളാബറേഷനിൽ യൂസ് ചെയ്യും. എയിംസ് ടു സ്ട്രെങ്തൻ ഇന്ത്യ സെമി കണ്ടക്ടർ എക്കോസിസ്റ്റം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് എന്താണ് ഏതൊക്കെ ഏജൻസീസാണ്? ടാറ്റയും ഇന്റലും. നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്ന ഇന്റലും ടാറ്റ ഗ്രൂപ്പും കൂടെ എന്താണ് സെമി കണ്ടക്ടറും AI ഫീൽഡിലോട്ടുമുള്ള എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഏതൊക്കെ ഫെസിലിറ്റിയാണ് വരുന്നത്? ദൊലേറ ഫാബും ഒസാറ്റ് ഫെസിലിറ്റി അസാമിൽ, ഒസാറ്റ് ഫെസിലിറ്റിയും ദൊലേറ ഫാബ് ഫെസിലിറ്റി അവിടെ ഗുജറാത്തിലുമാണ് വരുന്നത്. സെക്കൻഡ് ഫേസിലായിട്ട് AI പവേർഡ് പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാനും ഇവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു അവാർഡ്സ് പറയുമ്പോൾ എന്താണ് ടൈം CEO ഓഫ് ദ ഇയർ 2025 ആരാണ്? നീൽ മോഹൻ ആണ്. നീൽ മോഹൻ ആരാണ്? യൂട്യൂബ് ഇന്ത്യയുടെ കറണ്ട് പ്രസിഡന്റ് ആണ്, ഹെഡാണ് നീൽ മോഹൻ വരുന്നത്. യൂട്യൂബ് ഇന്ത്യ CEO ആണ് നീൽ മോഹൻ ആണ്. ടൈംസ് 2025 CEO ഓഫ് ദ ഇയർ വന്നിട്ടുള്ളത്. പുള്ളിക്കാരൻ നേരത്തെ ലിസാസു എന്നൊരു അവാർഡും കിട്ടിയിട്ടുണ്ട്. പിന്നെ ടൈംസ് എന്റർടൈനർ ഓഫ് ദി ഇയർ ആരാണ്? ലിയോണാർഡോ ഡികാപ്രിയോയ്ക്കാണ് എന്താ എന്റർടൈനർ ഓഫ് ദി ഇയർ വരുന്നത്. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു എന്താണ് ഇപ്പോൾ കറൻ്റ്ലി യൂട്യൂബിൻ്റെ CEO ആണ്. പുള്ളിയുടെ മെയിൻ റോളായിരുന്നു എന്താണ് ഗൂഗിൾ ഡബിൾ ക്ലിക്ക് അക്വിസിഷനിലും
ഗൂഗിളിൽ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടെയാണ്. കീ റോൾ ഇൻ ഗൂഗിൾ ഡബിൾ ക്ലിക്ക് അക്വിസിഷൻ. ഗൂഗിളും ഡബിൾ ക്ലിക്ക് എന്നൊരു ഏജൻസിയുടെ അക്വിസിഷനിലും ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പുള്ളിക്കാരൻ എന്തായിരുന്നു, ഡബിൾ ക്ലിക്കിനെ അക്വയർ ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ കൂടെ ആയിരുന്നു പുള്ളിക്കാരനാണ് ഇതിലുണ്ടായിരുന്നത്, ഗൂഗിളുണ്ടായിരുന്ന സമയത്തായിരുന്നു. പിന്നെ ഗൂഗിളിലെ സബ് ബ്രാൻഡായ യൂട്യൂബിൻ്റെ ഇപ്പോൾ കറണ്ട് സിഇഒയും കൂടെയാണ്. 2023 തൊട്ടാണ് പുള്ളിക്കാരൻ ഗൂഗിളിൻ്റെ സിഇഒ ആയിട്ട് തുടങ്ങിയത്. ഓക്കെ, പിന്നെ എന്താണ്, ആനന്ദ് അംബാനി ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് കിട്ടി. എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം, റീസെൻ്റ്ലി കഴിഞ്ഞ വർഷത്തെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, വന്താര എന്നൊരു ഒരു സൂ പോലത്തെ ഫെസിലിറ്റിയാണ്, അനിമൽ റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അതായത് ടോർച്ചർ ചെയ്തപ്പെട്ട ആനിമൽസിനെയൊക്കെ റെസ്ക്യൂ ചെയ്യുന്ന ഒരു മിഷനാണ് വന്താര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗുജറാത്തിൽ കൊണ്ടുവന്നതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ആർക്ക് കിട്ടി? ആനന്ദ് അംബാനി കിട്ടി. റിലയൻസ് ഗ്രൂപ്പിലെ ആനന്ദ് അംബാനിക്കാണ് കിട്ടിയത്. ആരാണ് പ്രൊവൈഡ് ചെയ്തത്? ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റി ഇൻ വാഷിങ്ടണിലാണ്. ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റി ഇൻ വാഷിങ്ടണിലാണ് ഈ അവാർഡ് കൊടുത്തത്. യങ്ങസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഏഷ്യൻ റെസിപ്പിയൻറ്റും കൂടെയാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ ഫസ്റ്റ് ഏഷ്യൻ റെസിപ്പിയൻറ്റും കൂടെയാണ്. ഇന്ത്യസ് വൈൽഡ് ലൈഫ് റെസ്ക്യൂ ആൻഡ് കൺസർവേഷൻ പ്രോഗ്രാമാണ് വന്താര വരുന്നത്. വന്താര ഫോക്കസസ് ഓൺ സ്പീസീസ് റീഹാബ്, ഹാബിറ്റേറ്റ് റിസ്റ്റോറേഷൻ ആൻഡ് റിസർച്ച് ലെഡ് കൺസർവേഷനാണ്. ഇതൊരു വലിയ പാർക്ക്, വലിയൊരു നാഷണൽ പാർക്കിൻ്റെയും കാര്യം ഒരു പ്രൈവറ്റൈസ്ഡ് ഒരു ഫീൽഡാണ് വന്താര എന്ന് പറയുന്നത്. യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വീഡിയോസ് കിട്ടും, വന്താരയെക്കുറിച്ചുള്ള കുറേ പ്രൊമോഷൻ വീഡിയോസ് ഉണ്ട്. ഇത് നേരത്തെ ഈ അവാർഡ്, ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് റിസീവ് ചെയ്ത ആൾക്കാരാണ് JFK എന്ന് വെച്ചാൽ ജോൺ എഫ് കെന്നഡിയാണ്, US പ്രസിഡന്റ് ആയിരുന്നു. JFK എന്ന് പറയുന്നത് ബിൽ ക്ലിൻറ്റനും ബെറ്റി വൈറ്റ്സും ഉള്ളവർക്കൊക്കെ ഈ അവാർഡ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ആർക്ക്? ആനന്ദ് അംബാനിക്കാണ് കിട്ടിയത്. ഏത് പ്രോജക്റ്റാണ്? വന്താര എന്നുള്ള പ്രോജക്റ്റിന് വേണ്ടിയാണ്. പിന്നെ ഇന്ത്യൻ ആർമീസ് കേണൽ പ്രതീക് റോയ്ക്ക് ഗെഡീസ് ഗേവൽ അവാർഡ് എന്നൊരു അവാർഡ് റിസീവ് ചെയ്തായിരുന്നു. ആരാണ്? കേണൽ പ്രതീക് റോയ്ക്കാണ് വന്നത്. ആരാണ് ഇത് കൊടുത്തത്? ഓസ്ട്രേലിയൻ ഡിഫൻസ് കോളേജ് ആണ് കൊടുത്തത്. എന്തിനാണ്? എക്സലൻസ് ഇൻ സ്ട്രാറ്റജിക് ആൻഡ് റീജിയണൽ സെക്യൂരിറ്റി സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഹൈലൈറ്റ് സ്ട്രോങ് ഇന്ത്യ ഓസ്ട്രേലിയൻ ഡിഫൻസ് സ്റ്റഡീസിനെ റെപ്രസെൻറ്റ് ചെയ്താണ് കിട്ടിയത്. ഓക്കെ, കിട്ടിയ ആളെ പേരെന്താണ്? കേണൽ പ്രതീക് റോയ് ആണ്. ഗെഡീസ് ഗേവൽ അവാർഡാണ് കിട്ടിയത്. പ്രതീക് റോയ് ഗെഡീസ് ഗേവൽ അവാർഡാണ് പുള്ളിക്കാരന് കിട്ടിയ അവാർഡ്. ഓക്കെ, പിന്നെ സ്പോർട്സിലോട്ട് വരികയാണെങ്കിൽ ഇന്ത്യ വിൻ 6 മെഡൽ അറ്റ് ISSF വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് എത്ര 6 മെഡൽസാണ് ഇന്ത്യക്ക് കിട്ടിയത്. എന്തൊക്കെയാണ്? 2 ഗോൾഡ്, 3 സിൽവർ, 1 ബ്രോൺസ് മെഡലാണ് കിട്ടിയത്. ഇന്ത്യ സെക്കൻഡ് റാങ്കോടാണ് വന്നത്. എവിടെ വെച്ചാണ് നടന്നത്? ലുസൈൽ ഷൂട്ടിംഗ് കോംപ്ലക്സ്, ദോഹയിലെ ലുസൈൽ ഷൂട്ടിംഗ് കോംപ്ലക്സ് വെച്ചാണ് നടന്നത്. ഗോൾഡ് വിന്നേഴ്സ് 2 ഗോൾഡാണ് കിട്ടിയത്. ആരൊക്കെയാണ്? സിമ്രാൻ പ്രീത് കൗറും സുരുചി സിംഗിനുമാണ് കിട്ടിയത്. സിമ്രാൻ പ്രീത് കൗർ ഏതാണ്? വുമൻസ് 25 മീറ്റർ പിസ്റ്റലിനും സുരുചി സിംഗിന് ഏതാണ്? വുമൻസ് 10 മീറ്റർ എയർ പിസ്റ്റലിനുമാണ് കിട്ടിയത്. ഫസ്റ്റ് റാങ്ക് വന്ന ആരാണ്? ചൈനയ്ക്കാണ് വന്നത്. ചൈന 9 മെഡൽസുമായിട്ട് ഫസ്റ്റ് വന്നു. സെക്കൻഡ് നമ്മൾ ഇന്ത്യ, തേർഡ് USA 6 മെഡലുമായിട്ട് US തേർഡും വന്നു. പ്രൈസ് എത്രയാണ്? 5,000 യൂറോ ഗോൾഡിനും 4,000 യൂറോ സിൽവറിനും 2,000 യൂറോ ബ്രോൺസിനുമാണ് കിട്ടിയത്. ഇന്ത്യ ഏതാണ്? സിൽവറാണ് വന്നത്. പിന്നെ ഇതിന് ISSFൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുനിച്ച് ആണ്, ജർമ്മനിലെ മുനിച്ചിലാണ്. ഫൗണ്ടഡ് ഇൻ 1907 ആണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്താണ്? ഇന്ത്യ 6 മെഡലുമായിട്ട് സെക്കൻഡ് പൊസിഷനിലാണ് ISSF വേൾഡ് കപ്പ് ഫൈനലിൽ വന്നത്. എവിടെ വെച്ച് നടന്നത്? ദോഹയിൽ വെച്ചാണ് നടന്നത്. ഫസ്റ്റ് ആരാണ്? ചൈന, തേർഡ് US ആണ് വന്നത്. ഫസ്റ്റ് ചൈന, സെക്കൻഡ് ഇന്ത്യ, തേർഡ് US ആണ് വന്നത്. ഓക്കെ, ഇന്ത്യക്ക് 2 ഗോൾഡാണ് കിട്ടിയത്. ആരൊക്കെയാണ്? സിമ്രാൻ പ്രീത് കൗറും സുരുചി സിംഗുമാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് പറഞ്ഞ കാര്യം. ഒന്നും കൂടെ നോക്കാം. എന്താണ്? ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി എന്ത് ചെയ്യുക? ട്രിപ്പിൾ ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 21,880 by 2032 എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ജപ്പാൻ്റെ ജെറയും ഇന്ത്യയുടെ നമ്മുടെ ടൊറൻറ്റ് പവറും കൂടെ എന്ത് ചെയ്തു? ഒരു MOU സൈൻ ചെയ്തു. എന്തിനാണ്? LNG എക്സ്പോർട്ട് നമുക്ക് ഇമ്പോർട്ടാണ്. LNG അവരാണ് ജെറ ഇന്ത്യയിലോട്ട് എന്താണ് LNG എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ സെൻ ടെക്നോളജി എന്താണ്? ഇന്ത്യസ് ഫസ്റ്റ് കോമ്പാക്ട് ട്രെയിനിങ് നോഡ് മധ്യപ്രദേശിൽ കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യയും ഇസ്രയേലും കൂടെ എന്താണ്? സെമിഫോർ ലിമിറ്റഡ്, അതൊരു പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നോളജിയുടെ ഭാഗമായിട്ട് 1:50 റേഷ്യോയിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ കൊണ്ടെന്ന് പറഞ്ഞു.
പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ എന്താണ് സിം ബൈൻഡിങ് എന്നൊരു ഫെസിലിറ്റി എന്താണ് ഡിജിറ്റൽ ഫ്രോഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നു പറഞ്ഞു. പിന്നെ സെബിയുടെ മെർച്ചന്റ് ബാങ്കർ റൂൾസ് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, എന്താണ് ബാങ്കിങ്ങിന്റെ മിനിമം നെറ്റ്വർത്ത് എത്ര വേണം, എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള സെബിയുടെ അണ്ടറിലുള്ള മെർച്ചന്റ് ബാങ്ക്സിനുള്ള റൂൾസ് കുറേ ചേഞ്ചസ് കൊണ്ടുവന്നു അത് പറഞ്ഞു. പിന്നെ RBI എന്താണ് 99.3 lakhs ആർക്ക് ഫൈൻ കൊടുത്തു, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിനും കൊടുത്തു. IDFC ഫസ്റ്റ് ബാങ്ക് പുതിയൊരു കാർഡ് കൊണ്ടുവന്നു, FD ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ്, അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ എയർപേക്ക് എന്താണ് ക്രോസ് ബോർഡർ പേയ്മെന്റ് അഗ്രിഗേറ്റ് ലൈസൻസ് കൊണ്ടുവന്നെന്നും അതും പറഞ്ഞു. പിന്നെ ഭാരതി എയർടെലും ഗൂഗിളും കൂടെ എന്താണ് RCS മെസ്സേജിങ് പറഞ്ഞു, എൻ്റെ വാട്സപ്പ് പോലത്തെ ഒരു മെസ്സേജിങ് സിസ്റ്റം ഫെസിലിറ്റി ഏതിൽ കൊണ്ടുവരാൻ പോകുന്നു, നമ്മുടെ ഗൂഗിൾ മെസ്സേജസിലോട്ട് കൊണ്ടുവരാൻ പോകുമെന്ന് പറഞ്ഞു. പിന്നെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡും ഒരു ലോക്ക്ഹെഡ് മാർട്ടിനും കൂടെ എന്താണ് ബാംഗ്ലൂരിൽ ഒരു റിപ്പയറിംഗ് ഫെസിലിറ്റി, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിംഗ് ഫെസിലിറ്റി ഏത് എയർക്രാഫ്റ്റിനാണ് C-130J എയർക്രാഫ്റ്റിൻ്റെ റിപ്പയറിംഗ് ഫെസിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ ടാറ്റയും ഇന്ത്യയിലും കൂടെ എന്താണ് സെമി കണ്ടക്ടറിൻ്റെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു MOU കുറിച്ച് പറഞ്ഞു. പിന്നെ എന്താണ് ടൈംസ് CEO ഓഫ് ദി ഇയർ ആരാണ്, യൂട്യൂബ് ഇന്ത്യയുടെ CEO നീൽ മോഹനാണ്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് അവാർഡ് ആർക്കാണ്, ഡികാപ്രിക്കോ ആണ്. പിന്നെ ആനന്ദ് അംബാനിക്ക് എന്താണ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് പറഞ്ഞു. ഇന്ത്യൻ ആർമിയുടെ കേണൽ പ്രതീക് റോയ്ക്ക് ഗെഡീസ് ഗേവൽ അവാർഡും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യയുടെ ലാസ്റ്റ് ISSF വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ സെക്കൻഡ് എത്തി, ഫസ്റ്റ് ചൈനയും തേർഡ് US ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ മെയിനായിട്ട് വന്ന കറണ്ട് അഫയേഴ്സ്. നമ്മൾ മാക്സിമം എല്ലാം ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.